സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ ടാക്സബിൾ സപ്ലൈയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഇൻക്ലൂഡിങ് ടാക്സ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതും ആ ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ, ടാക്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് സപ്ലൈസ് ആണ്. അപ്പൊ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സപ്ലൈ എന്താന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആദ്യത്തെ രണ്ടാമത്തെ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ സപ്ലൈ എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണ്, അതിൽ ഗുഡ്സ് എന്താ, സർവീസ് എന്താ, കൺസിഡറേഷൻ എന്താ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സപ്ലൈയിൽ തന്നെയുള്ള ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസിന് പറയുന്ന വേറൊരു പേരാണ്, അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് ട്രാൻസ്ഫറിന് കൂടി നമ്മൾ പറയുന്ന വേറൊരു പേരാണെന്ത്, സപ്ലൈ. ഇനി ആരും സപ്ലൈ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താന്നുള്ളത് കൺഫ്യൂഷൻ ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് സപ്ലൈ പൊതുവേ ഈ നിങ്ങൾ സ്ക്രീൻ കാണുന്ന പോലെ തന്നെ 5 ടൈപ്പ് ഓഫ് സപ്ലൈ ഉണ്ട്. അതായത് ടാക്സബിൾ സപ്ലൈ ഉണ്ട്, എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്, ഇൻട്രാ GCC സപ്ലൈ ഉണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് സപ്ലൈ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഡീംഡ് സപ്ലൈ ഉണ്ട്, സീറോ റേറ്റഡ് സപ്ലൈ ഉണ്ട്. അപ്പൊ മേജർലി നമുക്ക് പറയാനുള്ളത് ഈ 4 ടാക്സബിൾ, എക്സംപ്റ്റഡ്, ഡീംഡ് ആൻഡ് സീറോ റേറ്റഡ്. ഓക്കെ, അപ്പൊ അതിൽ ടാക്സബിൾ സപ്ലൈ എന്താന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ടാക്സബിൾ സപ്ലൈ എന്ന് ഉദ്ദേശിച്ചത് എന്താ? ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് 15% വരുന്ന, വാറ്റ് റേറ്റ് 15% വരുന്ന സൗദിയിലുള്ള ട്രാൻസാക്ഷൻ ആണ് ടാക്സബിൾ സപ്ലൈ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 15% ആവാം, അല്ലെങ്കിൽ 0% ആവാം. രണ്ടും ടാക്സബിൾ സപ്ലൈന്റെ അണ്ടറിലാണ് വന്നു വരിക. അതും അവിടെ എന്തുണ്ട്, വാറ്റ് അപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ 15% 0% ആയിട്ട് വാറ്റ് റേറ്റ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ടാക്സബിൾ സപ്ലൈനെ കുറിച്ച് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടോട്ടൽ ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ 0%, 5% വാറ്റ് വരുന്നതിനൊക്കെ നമ്മൾ ടാക്സബിൾ സപ്ലൈന്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ, അതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ആൾക്കാരുണ്ട്. ടാക്സബിൾ സപ്ലൈന്റെ അടിയിൽ ഉൾപ്പെടുത്താത്തത്, ഒന്ന് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്, രണ്ട് ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റ് സപ്ലൈ ആണ്, മൂന്നാമത്തെ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ ആണ്, നാലാമത്തെ റവന്യൂ ഓൺ സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. കാരണം നമ്മൾ ആദ്യം ഓരോന്നായിട്ട് നമ്മൾ പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ക്ലാസ്സിലോ രണ്ടാമത്തെ ക്ലാസ്സിലോട്ടോ നമ്മൾ ടാക്സിബിൾ പേഴ്സൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ലിമിറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിമിറ്റ്, വാറ്റ് രജിസ്ട്രേഷന്റെ ലിമിറ്റ് എത്രയാണെന്ന് പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് എന്ത്, ആ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ടേൺ ഓവർ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ആ സെയിൽ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ക്യാപിറ്റൽ അസറ്റിന്റെ ടേൺ ഓവർ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന്റെ റവന്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കരുത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിന് ഇതിന് എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. അതല്ലാത്ത 2-3 കാര്യങ്ങൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാതുള്ളത് എക്സംപ്റ്റഡ് സപ്ലൈ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റ് സപ്ലൈ, ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ്, ഇതൊക്കെയാണ്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സപ്ലൈ ആണ്. അതായത് വാറ്റിന്റെ സ്കോപ്പിന് പുറത്തുള്ള സപ്ലൈകൾ. അതിലൊരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. ഒരു ഉദാഹരണം നമ്മൾ ഏതാ പറഞ്ഞത്, നമ്മൾ ഗ്രൂപ്പ് രജിസ്ട്രേഷന്റെ ഉള്ളിൽ പറഞ്ഞ സമയത്ത് വാറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടാക്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അണ്ടറിലുള്ള കമ്പനികൾ തമ്മിൽ സെയിലോ പർച്ചേസോ നടത്തുകയാണെങ്കിൽ അവിടെ വാറ്റ് വരൂല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന്റെ റീസൺ എന്താ നമ്മൾ പറഞ്ഞത്, അത് വാറ്റിന്റെ സ്കോപ്പിന് പുറത്തുള്ളതാണ്, ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതിൽ പെട്ട ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റ്, വാറ്റിന്റെ സ്കോപ്പിന് പുറത്തുള്ള ട്രാൻസാക്ഷൻസ്. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല, വാറ്റ് ഉണ്ടാവില്ല. ആൻഡ് വാറ്റ് ഇല്ല എന്ന് മാത്രമല്ല, അതെന്തല്ല, ടാക്സബിളോ എക്സംപ്റ്റഡോ ഒന്നുമല്ല. ഓക്കെ, വാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാക്സേഷന്റെ സ്കോപ്പിനെ, പരിധിക്കേ പുറത്തുള്ള ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അതിലോ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഔട്ട്സൈഡ് KSA, അതായത് സൗദി അറേബ്യന്റെ പുറത്തുള്ള ഒരു ട്രാൻസാക്ഷൻ. സൗദി അറേബ്യന്റെ പുറത്തുള്ള ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2 കമ്പനി തമ്മിൽ സെയിൽ ചെയ്യുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനും സൗദി അറേബ്യയിൽ വാറ്റ് കൊടുക്കണോ? സൗദി അറേബ്യയിൽ വാറ്റ് കൊടുക്കണ്ട അല്ലേ? നമ്മൾ വേറെ ഏതെങ്കിലും, ഇപ്പൊ സൗദിക്ക് പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് 2 ബിസിനസ്സും, ഓക്കെ, സെയിൽ ചെയ്യുന്ന ആളും പർച്ചേസ് ചെയ്യുന്ന ആളും സൗദിക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാറ്റ് സൗദി അറേബ്യയിൽ വരുമോ? ഒരു വാറ്റും വരില്ല അല്ലെ? ഇപ്പോൾ ഒരു ഇന്ത്യയിലുള്ള ഒരു കമ്പനി പാകിസ്ഥാനിലുള്ള ഒരു കമ്പനിക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ ശ്രീലങ്കയിലുള്ള ഒരു കമ്പനിക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു കമ്പനിക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു കമ്പനിക്ക്, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള കമ്പനിക്ക്, ലോകത്ത് എവിടെയെങ്കിലും ഒരു കമ്പനിക്ക് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് സാധനം വിൽക്കുന്നതിന് സൗദി അറേബ്യയിൽ എന്തെങ്കിലും വാറ്റ് കൊടുക്കണം? ഒരു വാറ്റും കൊടുക്കണ്ട. അതിന്റെ റീസൺ എന്താ? ഇത് ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റ് ആയിട്ടുള്ള സപ്ലൈ ആണ്. സോ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ?
രണ്ടാമത്തെ എക്സാമ്പിൾ സാലറി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പൊ അതിന്റെ റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എക്കണോമിക് ആക്ടിവിറ്റിയിൽ പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്ത് സാലറിമേ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റുമൊന്നും എന്തില്ലാത്ത വാറ്റ് ഇല്ലാത്തത്. ആൻഡ് അതും എന്താണ് ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റ് ആണ്, വാറ്റിന്റെ സ്കോപ്പിന് പുറത്തുള്ള ട്രാൻസാക്ഷൻസ് ആണ്. മൂന്നാമത്തത് ഗവൺമെന്റ് ഫീ അല്ലെങ്കിൽ ഫൈനുകളാണ്. ഗവൺമെന്റ് ഫീ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫീസോ ഫൈനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ അല്ലാതെ പബ്ലിക് അതോറിറ്റീന്റെ പേരിൽ ഉണ്ടാവുന്ന ഗവൺമെന്റ് ഫീ ഫൈനുകളൊക്കെ, ഇപ്പൊ നമ്മൾ കാർ നിർത്തിയിട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ പാർക്കിംഗ് തെറ്റിച്ചതിന്റെ പേരിലൊക്കെ വരുന്ന ഫീ ഫൈനുകളൊക്കെ എന്തില്ല വാറ്റ് വരില്ല. അതൊക്കെ എന്താണ് ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റ് ആണ്. നാലാമത്തെ നമ്മുടെ പ്രൈവറ്റ് ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ പ്രൈവറ്റ് നമ്മളെ ബിസിനസ്സിൽ ഇല്ലാത്ത ട്രാൻസാക്ഷൻസ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടല്ലാത്ത നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ വിറ്റാലും വാങ്ങിയാലൊക്കെ അവിടെ എന്തുണ്ടാവില്ല വാറ്റ് ഉണ്ടാവില്ല. കാരണം പ്രൈവറ്റ് ട്രാൻസാക്ഷനിൽ എന്തില്ല വാറ്റ് ഇല്ല, ബിസിനസ്സിൽ ഇല്ലാത്ത ട്രാൻസാക്ഷന് വാറ്റ് ഉണ്ടാവില്ല. അഞ്ചാമത്തത് ട്രാൻസ്ഫർ ഓഫ് ഗോയിങ് കൺസേൺ ആണ്. ഇത് നമുക്ക് കുറച്ചൊന്ന് പറയേണ്ട കാര്യമാണ്. ട്രാൻസ്ഫർ ഓഫ് ഗോയിങ് കൺസേൺ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഗോയിങ് കൺസേൺ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ബിസിനസ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. ഗോയിങ് കൺസേൺ അക്കൗണ്ടിങ്ങിൽ വേറെ കുറെ അക്കൗണ്ടിങ് റൂളാണ് ആക്ച്വലി ഇത്. ഗോയിങ് കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ആളാണ്. ഓക്കെ, നമ്മളൊരു ഹോട്ടൽ ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മൾ മനസ്സിൽ എന്താ വിചാരിക്കുക? ഈ ബിസിനസ് അടുത്ത വർഷം നടക്കും, അല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ വർഷം ഉണ്ടാവും, അതിന്റെ പിറ്റത്തെ വർഷം ഉണ്ടാവും, എല്ലാ വർഷവും ഈ ബിസിനസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ വർഷം കൂടുന്തോറും ബിസിനസ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി വരും, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരും എന്നുള്ള ഒരു മൈൻഡിലാണല്ലോ നമ്മൾ ബിസിനസ് നടത്തുക, അല്ലെ? അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാലോചിക്കും എന്ത്, ഈ ബിസിനസ് അടുത്ത വർഷം പൂട്ടിപ്പോകും, അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം ഈ ബിസിനസ് ഉണ്ടാവില്ല എന്നൊരു മൈൻഡ് ഒന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ. നമ്മൾ എല്ലാ വർഷവും എന്ത് മൈൻഡിലാണ് കാണുക? അടുത്ത വർഷം ബിസിനസ് കുറച്ചും കൂടി ബെറ്റർ ആവും, അല്ലെങ്കിൽ ബിസിനസ് നടന്നു പോകും എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ബിസിനസ് നടത്തുക, അല്ലെ? അത് അക്കൗണ്ടിങ്ങിന്റെ ഒരു റൂൾ കൂടിയാണ് ഗോയിങ് കൺസേൺ. അതായത് അക്കൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ വേണം, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട്സിന്റെ ഒരു അക്കൗണ്ടിങ്ങിന്റെ എന്ത് ചെയ്യണം, അക്കൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത വർഷം ഈ ബിസിനസ് ഉണ്ടാകും എന്നുള്ളൊരു മൈൻഡിലാണ് എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ ഗോയിങ് കൺസേൺ പ്രിൻസിപ്പൽ എന്നാ പറയാ അക്കൗണ്ട്സിൽ. അതുപോലെ വാറ്റില് ട്രാൻസ്ഫർ ഓഫ് ഗോയിങ് കൺസേൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്, ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ പോലത്തെ ഒരു ബിസിനസ്, ഒരു ഹോട്ടലിൽ നമ്മൾ ഒരാൾക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യണം. ഹോട്ടലിന്റെ അകത്തുള്ള ചെയറോ കസേരയോ ബെഞ്ചോ ഒന്നുമല്ല, ഹോൾ ബിസിനസ്, മൊത്തം ബിസിനസ് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ആ ഹോട്ടൽ മൊത്തം നമ്മളൊരു വില കണ്ടിട്ട് വേറൊരാൾക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം, വാല്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് ഗോയിങ് കൺസേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബിസിനസ് മൊത്തമായിട്ട് വെക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് 2 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു മെക്കാനിക് ഷോപ്പാണ്, കാറിന്റെ മെക്കാനിക് ഷോപ്പാണ്. നമുക്ക് ഒരു യൂണിറ്റ് വീലിന്റെ യൂണിറ്റ് ഉണ്ട്, വീലിന്റെ ടയറിന്റെ യൂണിറ്റ് ഉണ്ട്, ഒരു യൂണിറ്റ് ബോഡി യൂണിറ്റും ഉണ്ട്, കാറിന്റെ ബോഡി യൂണിറ്റും ഉണ്ട്. അപ്പോൾ വീൽ യൂണിറ്റ് ഭയങ്കര പ്രോഫിറ്റ് ലോസ് ആണ്, ഭയങ്കര മോശമാണ്, നമുക്ക് കാര്യമായിട്ട് മെച്ചമൊന്നുമില്ല. നമുക്ക് ഈ ബോഡി യൂണിറ്റ് ആണ് നല്ല രീതിയിൽ ബിസിനസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വിചാരിച്ചു, ഈ ഒരു വീലിന്റെ യൂണിറ്റ് മാത്രം എന്ത് ചെയ്യാം, സെപ്പറേറ്റിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കി വിൽക്കാം നമ്മൾ വിചാരിച്ചു. അപ്പൊ ഈ രീതിയിൽ നമ്മളൊരു ബിസിനസ് മൊത്തമായിട്ട് വിൽക്കുകയോ, ഇപ്പൊ നമ്മൾ നേരത്തെ ഹോട്ടലിന്റെ കേസിൽ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഒരു ബിസിനസ് വിൽക്കുകയോ, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ മേജർ യൂണിറ്റ്, ഓക്കെ, ഒരു മേജർ യൂണിറ്റ് കംപ്ലീറ്റ് ആയി വിൽക്കുകയൊക്കെ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണത് ട്രാൻസ്ഫർ ഓഫ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ എന്തല്ല, നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ വിൽക്കുന്ന പോലെ, ഒരു സർവീസ് കൊടുക്കുന്ന പോലെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്ന പോലെയല്ല. ഒരു ബിസിനസ് മൊത്തമായിട്ടോ, അല്ലെങ്കിൽ ആ ബിസിനസ്സിനകത്തുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, വേറൊരാൾക്ക് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുന്ന സമയത്ത് നമുക്ക് വാറ്റ് വരുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ വിൽക്കുന്ന സമയത്ത് നമുക്ക് വാറ്റ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 കണ്ടീഷൻസ് പാലിക്കണം. അതിൽ ആദ്യത്തെ കണ്ടീഷന്, നമ്മൾ വിൽക്കുന്ന ആൾ എന്തായിരിക്കണം, ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, ഒന്നാമത് നമ്മൾ വിൽക്കുന്ന ആളല്ല, വാങ്ങുന്ന ആൾ എന്തായിരിക്കണം, ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. വിൽക്കുന്ന ആൾ ഒബ്വിയസ്ലി ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലേ വാറ്റ് വരുള്ളൂ. ഓക്കെ, വിൽക്കുന്ന ആൾ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിലേ ഈ ഒരു ക്വസ്റ്റ്യൻ വരുള്ളൂ. അതിന് കൂടെ എന്തും കൂടി വേണം, വാങ്ങുന്ന ആളും ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ വാങ്ങുന്ന ആള് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണം വാങ്ങേണ്ടത്. അതിപ്പോ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഹോട്ടൽ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോട്ടൽ, കംപ്ലീറ്റ് ഹോട്ടൽ എന്ത് ചെയ്യണേ, ഒരു ഹോട്ടൽ മൊത്തമായിട്ട് നമ്മൾ ഒരാൾക്ക് വിൽക്കുകയാണ്, ഒരു ഹോട്ടൽ മൊത്തമായിട്ട് നമ്മൾ വിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വന്ന ആളുടെ ഉദ്ദേശം ഈ ഹോട്ടൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അയാൾക്ക് നടത്താനാണ്.
അപ്പൊ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ പെർസ്പെക്റ്റീവിലാണ്, ആ ഒരു ഉദ്ദേശത്തിലാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പ്രോപ്പർട്ടി വാങ്ങേണ്ടത്. ഇനിയിപ്പോ വേറൊരാൾ പറയാണ് എന്ത്, വാങ്ങുന്ന ആളുടെ ഉദ്ദേശം എന്താന്ന് ഇപ്പൊ നമ്മളെങ്ങനെ അറിയാം? ഇപ്പൊ നമുക്കറിയില്ലല്ലോ വാങ്ങുന്ന ആൾ വേറെ എന്ത് ഉദ്ദേശത്തിലാണോ. വാങ്ങുന്ന ആൾ ചിലപ്പോൾ ഹോട്ടൽ പൊളിക്കാനാണെങ്കിലോ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ ബിസിനസ് ഒഴിവാക്കിയിട്ട് വേറെ ഉദ്ദേശത്തിനാണെങ്കിലോ, അത് നമുക്കറിയില്ല അല്ലെ. പക്ഷെ അതിന് നമുക്കുള്ളൊരു പോംവഴി എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ വാങ്ങുന്ന ആളുമായിട്ട് കരാർ എഗ്രിമെന്റ് അല്ലെങ്കിൽ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് ആ കരാറിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ പോയിന്റ് കൂടി ഉൾപ്പെടുത്തുക. അതായത് ബിസിനസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗോയിങ് കൺസേൺ പെർസ്പെക്റ്റീവിലാണ്, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് എന്നുള്ളൊരു പോയിന്റ് കൂടി എന്ത് ചെയ്യുക, ഈ എഗ്രിമെന്റിൽ ആഡ് ചെയ്യും. ഇനി വേറൊരു സംശയം വരും, ചിലപ്പോൾ നമ്മൾ വാങ്ങി ഒരു 2 മാസം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ എന്ത് ചെയ്തു, നമ്മൾ ഒരാൾക്ക് വിറ്റു, കംപ്ലീറ്റ് ഹോട്ടൽ വിറ്റു. അങ്ങനെ ഹോട്ടൽ വാങ്ങി ഈ ഒരു പെർസ്പെക്റ്റീവ് തന്നെയാണ് വാങ്ങിയത്, എഗ്രിമെന്റിലും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. വാങ്ങിയ ആള് ഈ ഹോട്ടൽ എന്ത് ചെയ്തു, ഒരു 2 മാസം ഓടിച്ചു നോക്കി. 2 മാസം ഹോട്ടൽ വർക്ക് ചെയ്തിട്ടും സ്റ്റിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ഹോട്ടലിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും ഇല്ല, ഹോട്ടൽ നഷ്ടത്തിലാണ്. അപ്പൊ ഇയാൾക്ക് ഈ ഹോട്ടലിന്റെ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ എന്ത് ചെയ്യണം, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. കംപ്ലീറ്റ്ലി പൊളിച്ചിട്ട് എന്ത് ചെയ്യണം, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ വാറ്റ് വരുമോ? അപ്പോ വാറ്റ് വരൂല. കാരണം വാങ്ങുന്ന മൊമെന്റിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ ഒരു പ്രോസസ്സ് നടന്നാൽ മതി. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ടോ 2 മാസം കഴിഞ്ഞിട്ടോ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഗോയിങ് കൺസേൺ പെർസ്പെക്റ്റീവ് വർക്ക്ഔട്ട് ആവണില്ല, അല്ലെങ്കിൽ ഈ ബിസിനസ് മുന്നോട്ട് പോകണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒഴിവാക്കാം. അപ്പോൾ പ്രത്യേകിച്ച് എന്ത് വരില്ല, വാറ്റ് ഒന്നും വരില്ല. ഒഴിവാക്കാം മീൻസ് ആ ബിസിനസ് ഒഴിവാക്കിയിട്ട് അവരൊരു വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തില്ല, അങ്ങനെ ആവുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ബിസിനസ് കംപ്ലീറ്റ്ലി നിങ്ങൾ വേറൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് വാറ്റ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് പാലിക്കണം. ഒന്ന്, വാങ്ങുന്ന ആൾ ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. രണ്ടാമത്തെ, വാങ്ങുന്ന ആളുമായിട്ടുള്ള എഗ്രിമെന്റിൽ എന്തുണ്ടാവണം, ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് വാങ്ങുന്നത് എന്ന് കൂടി ആ എഗ്രിമെന്റിൽ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഗോയിങ് കൺസേണിന്റെ എന്ത് വരില്ല, വാറ്റ് വരൂല. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഒരു ബിസിനസ് വിൽക്കുന്ന സമയത്ത്. ഓക്കെ, അതാണ് 5ാമത്തെ കേസ്. അപ്പൊ ഈ 5 കേസുകളും ഔട്ട് ഓഫ് സ്കോപ്പ് ആണ്, വാറ്റിന്റെ സ്കോപ്പിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഈ 5 കേസും. അത് നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ്ലി സൗദി അറേബ്യന്റെ പുറത്ത് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സാലറി റിലേറ്റഡ് ട്രാൻസാക്ഷൻ. മൂന്നാമത് ഗവൺമെന്റ് ഫീസ് ഫൈനൊക്കെ, നോർമൽ വരുന്ന ഫീസ് ഫൈനൊക്കെ. 4ാമത് പ്രൈവറ്റ് ട്രാൻസാക്ഷൻസ്. ആൻഡ് 5ാമത്തതാണ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടത്, ഗോയിങ് കൺസേൺ. അതായത് ഒരു ബിസിനസ്, കണ്ടിന്യൂയിങ് ബിസിനസ് ഒരാൾക്ക് വേറൊരാൾക്ക് നമ്മൾ ബിസിനസ് മൊത്തമായിട്ട് വിൽക്കുന്ന സമയത്ത്, ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു സാധനമോ പ്രൊഡക്റ്റോ ഒക്കെ വിൽക്കുന്ന പോലെയല്ല, ഒരു ഫുൾ ബിസിനസ് നമ്മൾ വേറൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് വാറ്റ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് പാലിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ, വാങ്ങുന്ന ആൾ ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. രണ്ടാമത്തെ ആൾ വാങ്ങുന്ന ആളുടെ എഗ്രിമെന്റ് പ്രകാരം ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം വാങ്ങേണ്ടത്. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, വാങ്ങുന്ന സമയത്ത് തന്നെ ബിസിനസിന്റെ ഉദ്ദേശം കണ്ടിന്യൂ ചെയ്യാതിരിക്കില്ല. അവിടെ എന്ത് ചെയ്യുക, ആ ബിസിനസ് പൊളിച്ചിട്ട് വേറെ ബിസിനസ് തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, വാറ്റ് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എഗ്രിമെന്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് എഴുതിയാൽ മതി. പിന്നീട് എന്ത് ചെയ്താൽ മതി, ആ പ്രോസസ്സ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂ ചെയ്യാൻ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, വിചാരിച്ച പോലെ ലാഭമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒഴിവാക്കാം. ഒരാള് നല്ല സക്സസ്ഫുള്ളി നടന്നു പോകുന്ന ഒരു ബിസിനസ്, ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ നല്ല സക്സസ്ഫുള്ളി നല്ല വൃത്തിക്ക് നടന്നു പോകുന്നുണ്ടെങ്കിൽ അയാൾ വേറൊരാൾക്ക് വിൽക്കുമോ? 90% കേസിൽ എന്ത് ചെയ്യില്ല, വേറൊരാൾക്ക് എന്ത് ചെയ്യില്ല, കൊടുക്കൂല. അയാൾ തന്നെ എന്ത് ചെയ്യും, ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല വാല്യുവേഷൻ ഒക്കെ കണ്ടിട്ട് വാല്യൂ ചെയ്തിട്ട് ബിസിനസ് സെല് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് മാറിയിട്ട് എക്സിറ്റ് പ്ലാൻ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ അതിന്റെ ഓണേഴ്സിന് ആ ബിസിനസ് നിന്ന് എക്സിറ്റ് ആയിട്ട് അത് നല്ലൊരു എമൗണ്ട് വാല്യുവേഷൻ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമൊക്കെ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ്. ഇത് അതൊന്നുമല്ല പറയുന്നത്. സാധാരണ ഒരു ഹോട്ടൽ, നമ്മളൊരു സാധാരണ ഹോട്ടൽ അത് നല്ല രീതിയിൽ ലാഭമുള്ള ഒരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് വിൽക്കാൻ ആരും ചെയ്യില്ലല്ലോ. 90% ആൾക്കാർ എന്ത് ചെയ്യും, നിലനിർത്തും. അപ്പൊ ഒരു ഹോട്ടൽ വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും, ഒന്നെങ്കിൽ അയാൾക്ക് അത് നടത്താൻ പോസിബിൾ ആവുന്നുണ്ടാവില്ല, ഈവൻ ലാഭം ഉണ്ടെങ്കിൽ കൂടി അയാൾക്ക് അത് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ടൈമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് നഷ്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ വിചാരിച്ച പോലെ ലാഭമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും എന്താ, വേറൊരാൾക്ക് കംപ്ലീറ്റ് ബിസിനസ് കംപ്ലീറ്റ് വിൽക്കുക. അപ്പോൾ വിൽക്കുന്ന ആൾ എന്തിനാണ് വാങ്ങുന്നത്, അയാൾ നോക്കി നടത്തിയിട്ട് ഇത് ലാഭത്തിലാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുകയാണ്. നഷ്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ലാഭത്തിലേക്ക് ആക്കാൻ പറ്റുമെന്ന് അയാൾ എന്ത് ചെയ്യണം, വാങ്ങുന്ന ആൾ ഉദ്ദേശിച്ചു നോക്കുകയാണ്. അപ്പൊ അയാളും വർക്കൗട്ട് ചെയ്തിട്ട് എന്തില്ല, ബിസിനസ് ലാഭത്തിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെണ്ടി വരും, സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ബിസിനസ് മാറ്റി വേറൊരു ബിസിനസ്സിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, കംപ്ലീറ്റ്ലി വിൽക്കുന്ന ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം, വാറ്റ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 പോയിന്റുകൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഔട്ട്സൈഡ് സ്കോപ്പ് ഓഫ് വാറ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഗുഡ്സ് സപ്ലൈ. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മിക്സഡ് ആൻഡ്
കോമ്പോസിറ്റ് സപ്ലൈയിലേക്ക് നമുക്ക് വരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് പോകാം, കാരണം നമുക്ക് ചെറിയ പോയിന്റ് ആണ്. നമ്മളെ KSA വാറ്റിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു ചെറിയ പോയിന്റ് ആണ് ഗുഡ്സ് സർവീസുകൾ കമ്പൈൻ ചെയ്ത് വിൽക്കുമ്പോഴുള്ള സിറ്റുവേഷൻ. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് പകരം 2 പ്രൊഡക്റ്റ് കമ്പൈൻ ചെയ്ത് വിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 2 പ്രൊഡക്റ്റുകൾ കമ്പൈൻ ചെയ്ത് വിൽക്കുന്ന സമയത്ത് അവിടെ 2 സിറ്റുവേഷൻസ് ഉണ്ട്, മിക്സ്ഡ് ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ. ഇത് KSA വാറ്റിൽ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് ബേസിക്കലി നമ്മൾ ഇന്ത്യയിലുള്ള GSTയിലൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്തിനാണ് ഇത് KSA വാറ്റിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഒന്നുമില്ല, നമ്മൾ KSAന്റെ വാറ്റിന്റെ ലോല് സക്കയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടി പറയുകയാണ്. അല്ലാതെ ഇത് നമുക്ക് എന്തല്ല പ്രായോഗികമായ ഒരു സാധനമല്ല. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ നമുക്ക് സാധനങ്ങൾ എന്ത് ചെയ്യാം, മിക്സ്ഡ് ആയിട്ട് വിൽക്കാം അല്ലെ, മിക്സ് ആക്കിയിട്ട് സാധനം വിൽക്കാം. അതിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്, ഒന്ന് കോമ്പോസിറ്റ് ആൻഡ് മിക്സ്ഡ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹോട്ടലിലെ കേസിലൊക്കെയാണ് കോമ്പോസിറ്റ് സപ്ലൈ വരിക. ഹോട്ടലിലെ കേസ് എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഓക്കെ, ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 2 സർവീസുകൾ അവർ തരുന്നുണ്ട്. ഒന്ന് അവിടുത്തെ സ്റ്റേ തരുന്നുണ്ട്, രണ്ടാമത് അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡും കൂടി തരും അല്ലെ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹോട്ടലിലൊക്കെ എന്ത് ചെയ്യും, സ്റ്റേയും ഫുഡും ഉണ്ടാവും. നോർമൽ ഹോട്ടലിലൊക്കെ നമ്മളിപ്പോൾ ഒരു റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും, റിസോർട്ടിലെ സ്റ്റേയും ഉണ്ടാവും, അന്നത്തെ ദിവസത്തെ ഫുഡും ഉണ്ടാവും, അല്ലെങ്കിൽ അന്നത്തെ രാവിലത്തെ ഉച്ചക്കത്തോ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുഡും കൂടി കിട്ടും. ഇത് 2നും കൂടി ചേർന്നിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അറ്റ് ദ എൻഡ് ആ റിസോർട്ടിൽ നിന്ന് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ബില്ല് വരിക അല്ലെ. അപ്പൊ ഇതിന് 2നും കൂടി ബില്ല് ഒരു 1000 റിയാൽ ഉണ്ടെന്ന് വിചാരിച്ചോ, 1000 റിയാലാണ്. അപ്പൊ നമ്മളൊരു റിസോർട്ടിൽ ബുക്ക് ചെയ്തിരുന്നു, നമുക്ക് അവിടെ സ്റ്റേ ഉണ്ടായിട്ടുണ്ട്, ഫുഡും ഉണ്ടായിട്ടുണ്ട്. 1000 റിയാലാണ് ടോട്ടൽ ബില്ല് വന്നത്. ഇനി ഈ 1000 റിയാലുമ വേണം എന്ത് ചെയ്യാന്, വാറ്റ് കളക്ട് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം എന്ത്, വാറ്റ് 15% ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1000 റിയാലുമ 15% വാറ്റ് കളക്ട് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് എന്ത് തരും, നമുക്ക് ഇൻവോയ്സ് തരും. ഇതാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, സൗദി അറേബ്യയിൽ നടക്കുന്നത്. ഇനി ഇതിന് പകരം വേറൊരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇവിടെ വാറ്റ് നമ്മൾ കൊടുത്തത് 15% വരാനുള്ള കാരണം എന്താ, സ്റ്റേക്കും ഫുഡിനും ഒരേ വാറ്റ് റേറ്റ് ആണ് സൗദിയിൽ. എത്രയാ, 15% തന്നെയാണ്. എന്നാൽ സ്റ്റേക്ക് ഒരു 10%, ഫുഡിന് ഒരു 5% ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ അങ്ങനെയല്ല, ഒരു ഉദാഹരണത്തിന് സ്റ്റേ ചെയ്യുന്നതിന്, ഒരു റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് വാറ്റ് റേറ്റ് 10%, ആ റിസോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ വാറ്റ് റേറ്റ് 5% ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ലടിക്കുന്ന സമയത്തുള്ള ഒരു കൺഫ്യൂഷൻ ആലോചിച്ച് നോക്ക്. ബില്ലടിക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് 1000 റിയാൽ വന്നു, 2നും കൂടി ഉള്ള എമൗണ്ട് 1000 റിയാൽ വന്നു. ഇനി എന്ത് ചെയ്യണം, വാറ്റ് കളക്ട് ചെയ്യണം അല്ലെ. അപ്പൊ വാറ്റ് കളക്ട് ചെയ്യുമ്പോൾ എന്താ വരിക, വാറ്റ് നമ്മൾ ഏതാ കളക്ട് ചെയ്യുക, 10% കളക്ട് ചെയ്യണോ 5% കളക്ട് ചെയ്യണോ? കൺഫ്യൂഷൻ ആയി. കാരണം എന്താ, സ്റ്റേ ചെയ്യുന്നതിന്റെ വാറ്റ് റേറ്റ് 10%, ഫുഡിന്റെ വാറ്റ് റേറ്റ് 5%. പക്ഷെ 2നും സെപ്പറേറ്റ് ബില്ലാണോ? അല്ല, 2നും കൂടി സിംഗിൾ ബില്ലാണ്. അപ്പൊ ഈ 1000 റിയാലുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, 10% കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ 5% കളക്ട് ചെയ്യണം. അപ്പൊ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ തരത്തിലുള്ള സപ്ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് സപ്ലൈ. ഓക്കെ, അതായത് 2 പ്രൊഡക്റ്റ് നമ്മൾ ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, വിൽക്കുന്ന സമയത്ത് വരുന്നതാണ് കോമ്പോസിറ്റ് സപ്ലൈ. പക്ഷെ കോമ്പോസിറ്റ് സപ്ലൈന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 പ്രൊഡക്റ്റും തമ്മിൽ, വാറ്റിന്റെ ലോല് പറയാ, 2 പ്രൊഡക്റ്റും തമ്മിൽ നാച്ചുറലി ബണ്ടിൽഡ് എന്നാ പറയാം. ഓക്കെ, നാച്ചുറലി ബണ്ടിൽഡ് പറഞ്ഞാൽ 2 തമ്മിലൊരു ബണ്ടിലുണ്ട്. അതായത് നിങ്ങളൊരു റിസോർട്ടിൽ കയറി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഉദാഹരണത്തിൽ നിങ്ങളൊരു റിസോർട്ട് കയറി സ്റ്റേ ചെയ്യുന്നതിന് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ റിസോർട്ട് ഫുഡ് തരും. അത് അതിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് കിടക്കുന്നതാണ്. അല്ലാതെ ഫുഡ് വേറെയും സ്റ്റേ വേറെ ആയിട്ടല്ല കിടക്കുന്നത് അല്ലെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു റിസോർട്ട് കയറിയിട്ട് പറയണത്, എനിക്ക് ഇവിടുത്തെ ഫുഡ് വേറെയും റിസോർട്ടിൽ സ്റ്റേ വേറെ ആക്കി തരണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവരെന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ടാണ്, പാക്കേജ് ആണ് സാർ, പാക്കേജിന്റെ കൂടെ ആയിരിക്കും സ്റ്റേ ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും, ഇതാണ് പാക്കേജ്. അപ്പൊ അത് നാച്ചുറലി ബണ്ടിൽഡ് ആണ്. ഇത്തരത്തിൽ നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ട് നടക്കുന്ന സപ്ലൈകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് സപ്ലൈ. ഇനി ഇതിന് വേറൊരു ഓപ്പോസിറ്റ് ഉണ്ട്, മിക്സ്ഡ് സപ്ലൈ. മിക്സ്ഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് വേറൊരു ഉദാഹരണത്തിലേക്ക് പോകാം. നമുക്ക് സൗദി അറേബ്യയിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഓക്കെ, സൗദിയിലൊരു ഗിഫ്റ്റ് ഷോപ്പാണ് നമുക്ക് സൗദി അറേബ്യയിലുള്ളത്. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് ഷോപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു ഗിഫ്റ്റിന്റെ പെട്ടി ഉണ്ട്, ഒരു ഗിഫ്റ്റും പെട്ടി. ഓക്കെ, ഈ ഗിഫ്റ്റും പെട്ടിനകത്ത് നമ്മൾ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് കൊണ്ടുവന്നു തരും.
നമ്മൾ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, മിഠായി, ഡേറ്റ്സ് കൊണ്ടുവന്നിടുന്നുണ്ട്, ഈത്തപ്പഴം, പിന്നെ നമ്മൾ ഡ്രസ്സ് കൊണ്ടുവന്നിടുന്നുണ്ട്. ഓക്കെ, ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബോക്സിനകത്ത്, ഗിഫ്റ്റ് ബോക്സിനകത്ത് കൊടുത്തിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. നമ്മുടെ ബിസിനസ് എന്താ, ഗിഫ്റ്റ് ബോക്സ് വിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മളൊരു കസ്റ്റമർ വന്നു, കസ്റ്റമർ നമ്മളോട് ചോദിച്ചെന്ത്, ഒരു ഗിഫ്റ്റ് ബോക്സ് വേണമെന്ന് പറഞ്ഞു. കസ്റ്റമർക്ക് വെഡിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിന് അയാൾ എന്ത് ചെയ്തു, ഒരു ഗിഫ്റ്റ് ബോക്സ് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഗിഫ്റ്റ് ബോക്സ് മൊത്തത്തിൽ അയാൾക്ക് വിറ്റു. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡേറ്റ്സ് മാത്രമായിട്ട് വിൽക്കുക, അല്ലെങ്കിൽ സ്വീറ്റ്സ് മാത്രമായിട്ട് വിൽക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് മാത്രമായിട്ട് വിൽക്കുക, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് മാത്രമായിട്ട് വിൽക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്കില്ല. അതായത് ഈ ഗിഫ്റ്റ് ബോക്സിനകത്തുള്ള ഓരോ സാധനം ഇൻഡിവിജ്വലി വിൽക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. നമ്മൾ വിൽക്കുകയാണെങ്കിൽ മൊത്തം ഗിഫ്റ്റ് ബോക്സ് കംപ്ലീറ്റ് ആയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരാൾക്ക് വിൽക്കുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ബിസിനസ്. അപ്പൊ ഈ ഗിഫ്റ്റ് ബോക്സിന് നമ്മൾ ഒരു പ്രൈസ് ഇട്ടിട്ടുണ്ട്, ഒരു 200 റിയാൽ, 200 റിയാലാണ് എന്ത്, ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ വില. ഓക്കെ, ഇനി നമ്മളെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഗിഫ്റ്റ് ബോക്സിനകത്തുള്ള ഓരോ ഐറ്റത്തിനും ഓരോ വാറ്റ് റേറ്റ് ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഡേറ്റ്സിന്റെ, ഈത്തപ്പഴത്തിന്റെ വാറ്റ് റേറ്റ് 5%. ഓക്കെ, ഫ്ലവേഴ്സിന്റെ വാറ്റ് റേറ്റ് 15%. ഓക്കെ, ആൻഡ് സ്വീറ്റ്സിന്റെ വാറ്റ് റേറ്റ് 10%, ആൻഡ് ഡ്രസ്സിന്റെ വാറ്റ് റേറ്റ് 2% ആണെന്ന് വിചാരിക്കാം. സൗദി അറേബ്യയിൽ അങ്ങനെയല്ല, പക്ഷെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് ഗിഫ്റ്റ് ബോക്സിന്റെ വില 200 റിയാൽ പ്ലസ് വാറ്റ് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. വാറ്റ് ഏത് റേറ്റ് കളക്ട് ചെയ്യും, ഈ ഡേറ്റ്സിന്റെ 5% വെച്ച് കളക്ട് ചെയ്യണോ, 2% വെച്ച് കളക്ട് ചെയ്യണോ, 15% വെച്ച് കളക്ട് ചെയ്യണോ, 10% വെച്ച് കളക്ട് ചെയ്യണോ, ഏതാ കളക്ട് ചെയ്യുന്ന നമുക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം എന്താ, ഇതിനകത്ത് എല്ലാ വാറ്റ് റേറ്റും ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്. എന്നാൽ നമ്മളിത് സെപ്പറേറ്റ് ബില്ലാണോ കാണിച്ചിട്ടുള്ളത്? അല്ല, നമ്മൾ ഈ മൊത്തം സാധനത്തിന്റെ വിലയാണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ ഡേറ്റ്സ് സെപ്പറേറ്റ് വിൽക്കുക, ഡ്രസ്സ് സെപ്പറേറ്റ് വിൽക്കുക, ഫ്ലവർ സെപ്പറേറ്റ് വിൽക്കുക, സ്വീറ്റ്സ് സെപ്പറേറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. കാരണം എന്താ, ഡേറ്റ്സിന് 5% വരും, ഡ്രസ്സിന് 2% വരും, ഫ്ലവറിന് 15% വരും എന്ന് നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് അല്ല വിൽക്കുന്നത്. ഇതൊക്കെ ഒരു ഗിഫ്റ്റ് ബോക്സിനകത്തേക്ക് കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ഈ സാധനങ്ങൾ സെപ്പറേറ്റ് കൊടുക്കൂല. നമ്മൾ എന്തേ കൊടുക്കുള്ളൂ, ഈ ഗിഫ്റ്റ് ബോക്സ് മൊത്തമായിട്ടേ നമ്മുടെ കമ്പനി വിൽക്കുള്ളൂ. അപ്പൊ ഈ തരത്തിൽ നമ്മൾ വിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ഡ് സപ്ലൈ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ, രണ്ടും മിക്സ് തന്നെയാണ് അല്ലെ. നേരത്തെ ചെയ്തത് ഒരു മിക്സ് തന്നെയാണ്, 2 ടൈപ്പ് ഓഫ് സർവീസുകൾ നമ്മൾ കൂട്ടിച്ചേർത്തതാണ്. ഇവിടെയും നമ്മൾ മിക്സ്ഡ് സപ്ലൈ തന്നെ നടത്തുന്നത്. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇത് പ്യുവർ മിക്സ്ഡ് സപ്ലൈ ആണ്, ഇതെന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ ആണ്. മിക്സ്ഡ് സപ്ലൈയിൽ തന്നെയുള്ള വേറൊരു ടൈപ്പാണ് കോമ്പോസിറ്റ് സപ്ലൈ. അപ്പൊ എന്താ കോമ്പോസിറ്റ് സപ്ലൈ മിക്സ്ഡ് സപ്ലൈ തമ്മിലുള്ള വ്യത്യാസം? കോമ്പോസിറ്റ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എന്തുണ്ട്, ഒരു നാച്ചുറലി ബണ്ടിലുണ്ട്. അത് നമ്മൾ ഒരു റിസോർട്ട് കയറി കഴിഞ്ഞാൽ ആ റിസോർട്ടിൽ നിൽക്കുന്ന സ്റ്റേന്റെ കൂടെ നമുക്ക് എന്തുണ്ട്, ഫുഡ് ഉണ്ട് എന്നുള്ളത് ഒരു നാച്ചുറൽ ബണ്ടിലുണ്ട്. എന്നാൽ മിക്സ്ഡ് സപ്ലൈയിൽ എന്തില്ല, ഒരു നാച്ചുറൽ ബണ്ടിലില്ല. ഇപ്പൊ ഈ ഗിഫ്റ്റ് ബോക്സിനകത്ത് നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡേറ്റ്സ് ഒഴിവാക്കിയിട്ട് അവിടെ പകരം എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും വെക്കാം അല്ലെ, അല്ലെങ്കിൽ ഡ്രസ്സ് ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും ഒരു ഐറ്റം വെക്കാം. അതായത് ഈ ഗിഫ്റ്റ് ബോക്സിനകത്ത് ഇതന്നെ വേണം എന്നൊരു നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ബണ്ടിലൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല ഐറ്റംസ് ചേർത്തിട്ട് മിക്സഡ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, മിക്സ്ഡ് സപ്ലൈ ആയിട്ട് കൊടുക്കാം. അപ്പൊ അതാണ് മിക്സ്ഡ് സപ്ലൈയും കോമ്പോസിറ്റ് സപ്ലൈയും തമ്മിലുള്ള ഡിഫറൻസ് വരിക. ഇനി അങ്ങനെ വരുന്ന സമയത്ത് മിക്സ്ഡ് സപ്ലൈ ആകുമ്പോഴും കോമ്പോസിറ്റ് സപ്ലൈ ആകുമ്പോഴും വാറ്റ് റേറ്റ് പലത് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം അല്ലെ. കോമ്പോസിറ്റ് സപ്ലൈ ആകുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് വാറ്റ് റേറ്റ് വന്നു. ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേക്ക് 10% വന്നു, ഫുഡിന് 5% വന്നു. ഇനി നമ്മൾ ബില്ലടിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ, 10 എടുക്കണോ 5 എടുക്കണോ. അപ്പൊ കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ വാറ്റിന്റെ ലോ പറയുന്നത്, നിങ്ങൾ കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാറ്റ് റേറ്റ് എടുക്കേണ്ടത് ഇതിലെ പ്രിൻസിപ്പൽ സപ്ലൈ ആണ് ഏതാണോ നോക്കുക, അതിന്റെ വാറ്റ് റേറ്റ് എടുക്കുക എന്നാണ്. പ്രിൻസിപ്പൽ സപ്ലൈ പറഞ്ഞാൽ ഇതിലെ മെയിൻ ആൾ ആരാ നോക്കാം. ഇപ്പൊ നമ്മളൊരു റിസോർട്ട് കയറി കഴിഞ്ഞാൽ റിസോർട്ടിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളതുകൊണ്ട് ഫുഡും കിട്ടുന്നുണ്ട്. റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ള മെയിൻ പർപ്പസ് എന്താ, സ്റ്റേ ചെയ്യാണ്. സ്റ്റേ ചെയ്യുന്നതിന്റെ കൂടെയാണ് എന്ത്, അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി അല്ലെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഫുഡ്. അപ്പൊ മെയിൻ സപ്ലൈ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സപ്ലൈ എന്താ, സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. റിസോർട്ടിലെ മെയിൻ സപ്ലൈ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കോമ്പോസിറ്റ് സപ്ലൈയിൽ നിങ്ങൾ വാറ്റ് റേറ്റ് എടുക്കുമ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ അതിന്റെ വാറ്റ് റേറ്റ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ സ്റ്റേ ആണ് പ്രിൻസിപ്പൽ സപ്ലൈ അല്ലെങ്കിൽ സ്റ്റേ ആണ് മെയിൻ സപ്ലൈ എന്നുണ്ടെങ്കിൽ ഈ മൊത്തം ട്രാൻസാക്ഷന്റെ വാറ്റ് റേറ്റ് ഏതെടുത്താൽ മതി, 10 എടുത്താൽ മതി. ഏത് പരിഗണിക്കേണ്ട, ഫുഡിന്റെ 5%,
പരിഗണിക്കേണ്ട. ഇനി അതേപോലെ മിക്സ്ഡ് സപ്ലൈ വരുന്ന സമയത്ത് നമ്മൾ മിക്സ്ഡ് സപ്ലൈനകത്ത് പല പ്രൊഡക്റ്റും പല വാറ്റ് റേറ്റ് എന്ന് പറഞ്ഞു. മിക്സ്ഡ് സപ്ലൈ വരുന്ന സമയത്ത് നമുക്ക് വാറ്റിന് കൺഫ്യൂഷൻ വരും. മിക്സ്ഡ് സപ്ലൈയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഡിഫറെന്റ് വാറ്റ് റേറ്റിൽ ഉള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ ഏറ്റവും കൂടുതൽ വാറ്റ് റേറ്റ് വരുന്നത് ഏതാണോ അതിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക, വാറ്റ് റേറ്റ് ആയിട്ട് പരിഗണിക്കുക. അപ്പൊ ഇവിടെ 15% ഏറ്റവും കൂടുതൽ വാറ്റ് റേറ്റ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ടോട്ടൽ 200 റിയാലിനെ ഈ ഗിഫ്റ്റ് ബോക്സിൽ നിങ്ങൾ കളക്ട് ചെയ്യേണ്ട ഏതാണ്, 15% ആണ് വാറ്റ് റേറ്റ് കളക്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള 5%, 2%, 10% ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പരിഗണിക്കേണ്ടതില്ല. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കൈൻഡ് ഓഫ് എന്താണ്, ഗിഫ്റ്റ് കമ്പൈൻ ചെയ്ത് വെക്കുന്ന മെത്തേഡാണ്. രണ്ടും കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ്. രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പോസിറ്റ് പോലെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിക്സ്ഡ് ആയിട്ടും വെക്കാം. ഓക്കെ. രണ്ടും രണ്ട് ടൈപ്പാണ്. കോമ്പോസിറ്റ് ഞാൻ പറഞ്ഞില്ല, ഒന്ന് മറ്റൊന്നിന്റെ കൂടെ വെക്കുന്ന പോലെയാണ് കോമ്പോസിറ്റ്. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ പല വക പോലെ പലതും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെക്കുക. അപ്പൊ ഈ സമയത്ത് നമ്മൾ വാറ്റ് റേറ്റ് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു റൂൾ വെച്ചത്. പക്ഷേ ഇത് സൗദി അറേബ്യയിൽ ഒരു ഇതിനെന്തില്ല, പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമില്ല. അത് പറയാൻ കാരണം എന്താ, സൗദി അറേബ്യയിൽ ഒരു പ്രൊഡക്റ്റിനും എന്തില്ല, 15% അല്ലാതെ വേറെ വാറ്റ് റേറ്റ് ഇല്ലല്ലോ. ഇപ്പോ ഒരു പ്രൊഡക്റ്റിന് 10% വേറെയും 5% വേറെയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമുള്ളൂ. എല്ലാ പ്രൊഡക്റ്റിനും 15% വാറ്റ് റേറ്റ് ആകുമ്പോൾ നമുക്ക് എന്തില്ല, ബില്ലടിക്കുമ്പോൾ ഈ പറഞ്ഞ കൺഫ്യൂഷൻ വരില്ല. ഇവിടെയും 15, ഇവിടെയും 15. അപ്പൊ പിന്നെ ടാക്സ് റേറ്റ് ഏതായിരിക്കും എടുക്കേണ്ടി വരിക, 15%. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഡക്റ്റിനകത്ത് ഡേറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും വാറ്റ് റേറ്റ് എത്രയാണ്, 15%. അപ്പൊ നമുക്ക് ടാക്സ് റേറ്റിൽ എന്തില്ല, കൺഫ്യൂഷൻ ഇല്ല. ഡയറക്റ്റ് എന്ത് ചെയ്യുക, 15% അടിക്കാം. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാക്സ് റേറ്റ് വരുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പറഞ്ഞ ലോജിക്ക് വർക്ക് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാക്സ് റേറ്റ് വരുന്ന ഒരു സിറ്റുവേഷനിൽ. അപ്പൊ നിലവിൽ ഈ ഒരു സാധനം എന്തില്ല, സൗദി അറേബ്യയിൽ അത്ര പ്രാധാന്യം ഇല്ല. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാക്സ് റേറ്റ് വരാത്തടത്തോളം കാലം ടാക്സ് റേറ്റിൽ എന്തില്ല, പ്രാധാന്യമില്ല. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, സക്കയിൽ വാറ്റിന്റെ റൂൾസിൽ ഈ സാധനങ്ങൾ കൂടി അവരെ ആഡ് ചെയ്തിട്ടുണ്ട്. സക്കയിൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അത് പറയാനുള്ള അവരുടെ ലോജിക്ക് എന്തായിരിക്കാം, ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വേറൊരു ടാക്സ് റേറ്റും കൂടി അവർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് കൂടി കണ്ടിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ ഒരു റൂള് പറഞ്ഞു വെച്ചത്. ഓക്കെ. അപ്പൊ രണ്ട് ടാക്സ് റേറ്റ് വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. അതും രണ്ട് ടാക്സ് റേറ്റ് വരികയും ആ രണ്ട് പ്രൊഡക്റ്റും കമ്പൈൻ ചെയ്ത് വെക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലോജിക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് കോമ്പോസിറ്റ് ആൻഡ് മിക്സ്ഡ് സപ്ലൈ. ചെറിയ പോയിന്റ് ആണ്. ഇപ്പൊ നിലവിൽ നമുക്ക് അതുകൊണ്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ സൗദി അറേബ്യയിൽ ഏത് മാത്രമേ ഉള്ളൂ, 15% മാത്രമേ ടാക്സ് റേറ്റ് ഉള്ളൂ. ഇനി എന്തെങ്കിലും സൗദി അറേബ്യയിൽ 15 അല്ലാത്ത ഒരു 10%, 5% ഒക്കെ ആയിട്ട് കുറെ ടാക്സ് റേറ്റുകൾ വരികയാണ്. ഓരോ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ GST ഉള്ള പോലെ ഓരോ സാധനത്തിനും വെവ്വേറെ ടാക്സ് റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ ലോജിക്ക് വെച്ചിട്ട് വേണ്ടി വരും ടാക്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ. സോ അതാണ് ഒരു സിറ്റുവേഷൻ. ഇനി നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് സപ്ലൈയിലേക്ക് കിടക്കുകയാണ്. അതിൽ എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്, സീറോ റേറ്റഡ് ഉണ്ട്, ഡീംഡ് സപ്ലൈ ഉണ്ട്. നമ്മൾ എക്സംപ്റ്റഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം സീറോ റേറ്റഡ്, അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, പിറകോട്ട് പഠിക്കാം. ഓക്കെ. സീറോ റേറ്റഡ് ആയിരിക്കും കുറച്ചും കൂടി പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത്, ഐ മീൻ ഈസി ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സീറോ റേറ്റഡ് എന്ത് ചെയ്യാം, തിരിച്ചു പഠിക്കാം. ഓക്കെ. ഓക്കെ. സോ സീറോ റേറ്റഡ് സപ്ലൈ. സോ നമ്മൾ ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടാക്സബിൾ സപ്ലൈ എല്ലാവർക്കും അറിയാം. ടാക്സ് 15% വരുന്നതാണെന്ത്, അല്ലെങ്കിൽ 15% അല്ലെങ്കിൽ 0% വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടാക്സബിൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടാക്സബിൾ സപ്ലൈ എന്ന് പറയാം. ഈ ടാക്സബിൾ സപ്ലൈന്റെ അകത്തുള്ള വേറെ ഒരു ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് എന്ത്, സീറോ റേറ്റഡ് സപ്ലൈ. പേര് തന്നെ ഉണ്ട്, സീറോ റേറ്റഡ് സപ്ലൈ. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന് സീറോ റേറ്റഡ് ആണെന്ത്, വാറ്റ് റേറ്റ്. അതായത് ആ സാധനം നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സർവീസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ടാക്സ് റേറ്റ് 0% വരിക. അത്തരത്തിലുള്ള ട്രാൻസാക്ഷനെ, അത്തരത്തിലുള്ള സപ്ലൈകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സീറോ റേറ്റഡ് സപ്ലൈ. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ സീറോ റേറ്റഡ് ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ടാക്സ് റേറ്റ് 0% ആണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ, ഔട്ട്പുട്ട്. ഇപ്പൊ നമ്മളൊരു സാധനം വിൽക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ടാക്സ് ആണെന്ത്, ഔട്ട്പുട്ട് വാറ്റ് അല്ലേ. നമ്മൾ പറഞ്ഞതാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ടാക്സ് റേറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് വാറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ട് 0% ആണ് സീറോ റേറ്റിൽ. പക്ഷെ സീറോ റേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ അരി, റൈസ്, നമ്മളെ റൈസ് ഇല്ലേ, നമ്മൾ സാധാ അരി,
അരി 0% ആണെന്ന് വിചാരിക്കുക ഓൺലി ഉദാഹരണം. ഓക്കെ, അരിന്റെ ടാക്സ് റേറ്റ് 0% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അരി വേണ്ട, അരി വേറെ നമ്മൾ കുറെ സ്ഥലത്ത് ഡിസ്കസ് ചെയ്യാണ്ട്, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. അരി വേണ്ട, നമുക്ക് പകരം എന്ത് ചെയ്യാം, വേറെ പ്രൊഡക്റ്റ് എടുക്കുക. അരിയെ കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, അപ്പൊ ഇനി അത് ആ സമയത്ത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. നമുക്ക് പകരം എന്ത് ചെയ്യാം, ബ്രഷ് എടുക്കാം. ബ്രഷ് അറിയില്ല, നമ്മൾ സാധാരണ പല്ല് തേക്കുന്ന ബ്രഷ്. ഓക്കെ, പല്ല് തേക്കുന്ന ബ്രഷ് പോലത്തെ പ്രൊഡക്റ്റിന് സൗദി അറേബ്യയിൽ 0% ആണ് ടാക്സ് റേറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, വിചാരിക്കുക, ഓൺലി വിചാരം, നോ റിയൽ. ഓക്കെ, ട്രൂത്ത് അല്ല, ഓൺലി വിചാരിക്കുക മാത്രം. ബ്രഷിന് 0% ആണ് ടാക്സ് റേറ്റ്. അപ്പോൾ ഒരാള് ബ്രഷ് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് ടാക്സ് റേറ്റ് എന്തായിരിക്കും? 0% ആയിരിക്കും. അപ്പൊ ഞാൻ ബ്രഷിന്റെ വില ഇട്ടിട്ടുള്ളത്, ഞാനൊരു സൂപ്പർ മാർക്കറ്റിലാണ്, ബ്രഷിന് വില ഇട്ടിട്ടത് 100 റിയാലാണ് വിചാരിച്ചു. അപ്പൊ ഞാൻ ബ്രഷ് ഒരാൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു, ബ്രഷ് എടുത്തുകൊണ്ടുപോയി. അപ്പൊ അതിന്റെ വില എത്രയാണ്? 100 റിയാൽ. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, 100 പ്ലസ് വാറ്റ് എത്രയാണോ, വാറ്റ് 15% അടക്കം 115 റിയാൽ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമറെ കയ്യിൽ നിന്ന് വാങ്ങുക ചെയ്യാം. പക്ഷെ ഇവിടെ ബ്രഷ് ആയതുകൊണ്ട്, ബ്രഷിന്റെ ടാക്സ് റേറ്റ് 0% ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല, ടാക്സ് ഉണ്ടാവില്ല, അല്ലെ? 0% ആയതുകൊണ്ട് ടാക്സ് ഉണ്ടാവില്ല. സോ നമ്മൾ എന്തുണ്ടാവുള്ളൂ, ഈ ബ്രഷിന്റെ 100 റിയാൽ മാത്രം കളക്ട് ചെയ്താൽ മതി, ടാക്സ് റേറ്റ് വരില്ല, ടാക്സ് കളക്ട് ചെയ്യേണ്ടി വരില്ല. ഈസിയാണ്. ഓക്കെ, അവിടെ എന്തില്ല, ടാക്സ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ 100 റിയാൽ ബ്രഷിന്റെ എമൗണ്ട് മാത്രം കളക്ട് ചെയ്താൽ മതി, വാറ്റ് എമൗണ്ട് കളക്ട് ചെയ്യണ്ട. അപ്പൊ ഈ വാറ്റ് എമൗണ്ട് കളക്ട് ചെയ്യുന്ന ഈ ഒരു വാറ്റ് എമൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഔട്ട്പുട്ട് വാറ്റ്, അല്ലെ? നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന വാറ്റിനെ പറയുന്ന പേരാ ഔട്ട്പുട്ട് വാറ്റ്. പക്ഷേ 0 റേറ്റഡ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലക്ഷറി എന്താ? ഞാൻ പറഞ്ഞു, ഈ പ്രൊഡക്റ്റിന്റെ ഇൻപുട്ട് വാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബ്രഷ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, പർച്ചേസ് ചെയ്ത സമയത്ത് ഞാനൊരു 15% ടാക്സ് കൊടുത്തിട്ടായിരിക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ 15% ടാക്സ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഇൻപുട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ എന്തില്ല, ഇത് വരില്ല. കാരണം എന്താ, ഇയാളും വിറ്റ സമയത്ത് 0%-ലായിരിക്കും വിറ്റിട്ടുണ്ടാവുക. അതല്ലാത്ത ട്രാൻസാക്ഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ കമ്പനി വിൽക്കുന്നത് മുഴുവൻ 0 റേറ്റഡ് ആണ്, പക്ഷേ 15% ഉള്ള ഐറ്റംസും കമ്പനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ 15%-ന്റെ ഇൻപുട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ 0 റേറ്റഡ് സപ്ലൈസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ബ്ലോക്ക് ആവില്ല? ഇൻപുട്ട് നമുക്ക് ബ്ലോക്ക് ആവില്ല. മനസ്സിലായോ? ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ബ്ലോക്ക് ആവില്ല. നമ്മൾ അടച്ച ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാനും പറ്റും. ഔട്ട്പുട്ട് 0% ആയിരിക്കും. ഇതാണ് 0 റേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ 0 റേറ്റിൽ വരുന്ന ഉദാഹരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞോളി, ചോദിക്കി. ഹലോ, ഇത് മാനുഫാക്ചറിംഗിലാവുമ്പോൾ അപ്ലിക്കബിൾ ആണോ? മാനുഫാക്ചറിംഗിലാവുമ്പോൾ അപ്ലിക്കബിൾ ആണോ ഉദ്ദേശിച്ച്? മീൻസ് ഈ ബ്രഷിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ റോ മെറ്റീരിയൽ 15% വാറ്റിൽ പർച്ചേസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഫൈനൽ ഗുഡ് ആക്കി മാറ്റുമ്പോൾ 0 റേറ്റഡ് ഫൈനൽ ഗുഡ് ആണ്. പറ്റും. സോ അവിടെ അപ്ലിക്കബിൾ ആണല്ലേ? ഓക്കെ. എവിടെയാണെങ്കിലും പറ്റും. 0 റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് എവിടെ നിന്നും ക്ലെയിം ചെയ്യാൻ പറ്റും. സോ നമുക്ക് നെഗറ്റീവ് വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം ആ സമയത്ത്. അതെ, റീഫണ്ട് ആയിട്ട് വരും. ഓക്കെ, ഫൈൻ. ഇൻപുട്ട് ആയിരിക്കും കൂടുതൽ ഔട്ട്പുട്ടിനേക്കാൾ. ഓക്കെ. അപ്പൊ ഇനി അതില് ഉദാഹരണങ്ങൾ ഏതൊക്കെ നോക്കാം, ഏതൊക്കെ ഐറ്റത്തിനാണ് സൗദിയിൽ ഇൻപുട്ട് അല്ലെങ്കിൽ സൗദിയിൽ 0% ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് പ്രത്യേകം പഠിക്കണം. കാരണം ഇനി മുതൽ നമുക്കൊരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, സൗദി അറേബ്യയിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റണം. ഓക്കെ, നമ്മുടെ വാറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാറ്റ് പഠിച്ചു ഒരാൾക്ക് സൗദി വാറ്റ് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരേണ്ടത്? ഔട്ട്പുട്ട് അയാൾക്ക് ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു മാസം അയാൾക്ക് എത്ര ഇൻപുട്ട് വാറ്റ് വരും, എത്ര ഔട്ട്പുട്ട് വാറ്റ് വരും എന്നുള്ളത് അറിയാൻ പറ്റലാണ് മൊത്തം വാറ്റിന്റെ നെറ്റ് റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, കമ്പനിയിൽ ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 4 കാറ്റഗറിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റണം. ഏതൊക്കെ കാറ്റഗറി? 1 ടാക്സബിൾ, 2 എക്സംപ്റ്റഡ്, 3 0 റേറ്റഡ്, 4 ഡീംഡ്, 5 വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം നൺ ഓഫ് ദ അബവ്. 5 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നൺ ഓഫ് ദ അബവ് എന്നും പറയാം, ഇതിലേതും പെടാത്തത്. ഓക്കെ, അപ്പൊ 5 കാറ്റഗറിന്റെ തന്നെ കൂട്ടിക്കോ. 5ാമത്തെ കാറ്റഗറി ആയിട്ട് നൺ ഓഫ് ദ അബവ് കൂടി കൂട്ടാം. അപ്പൊ കമ്പനിയിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, ഏത് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഏത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങുന്നതുണ്ടാവും. അതിൽ തന്നെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ പലതുണ്ടാവും, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാം,
പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ വാങ്ങാം. ചെരുപ്പ് വാങ്ങാം, ബ്രഷ് വാങ്ങാം, പെന്ന് വാങ്ങാം, പെൻസിൽ വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ പല സർവീസുകൾ സ്വീകരിക്കാം. അക്കൗണ്ടിങ് സർവീസ് സ്വീകരിക്കാം, ആർക്കിടെക്ചർ സർവീസ് സ്വീകരിക്കാം, ഡോക്ടർ സർവീസ് സ്വീകരിക്കാം. ഇതൊക്കെ സർവീസുകളാണ്. അപ്പൊ ഗുഡ്സോ സർവീസോ എന്തോ ഒക്കെ അതിന് തന്നെ പല കാറ്റഗറി ഉണ്ടാവും. അത് വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ട്രാൻസാക്ഷൻസ് ആണ്. പിന്നെയോ ട്രാൻസാക്ഷൻസ് അവിടെ നിൽക്കണില്ല, വേറെയും ട്രാൻസാക്ഷൻസ് ഉണ്ട് ഒരു കമ്പനിയിൽ. എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടാവും? കമ്പനിയിൽ ഫണ്ട് കൊണ്ടുവരുന്നത്, ഫണ്ട് പോകുന്നത്, ലോൺ എടുക്കുന്നത്, കാർ വാങ്ങുന്നത്, ഇതൊക്കെ കമ്പനീന്റെ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഒരു അക്കൗണ്ട്സിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ബുക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ആ ട്രാൻസാക്ഷൻസിന്റെ അകത്തുനിന്ന് നമുക്ക് വാറ്റിന് വേണ്ട ആദ്യത്തെ ബേസിക് ഇൻപുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? ഇത് ടാക്സബിൾ ആണോ, എക്സംപ്റ്റഡ് ആണോ, സീറോ റേറ്റഡ് ആണോ, ഡീംഡ് ആണോ? ഇതൊക്കെ ടൈപ്പ് ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, ടൈപ്പ് ഓഫ് സപ്ലൈ ആണ്. ഈ 4 സപ്ലൈന്റെ ഉള്ളിൽ ഇനി ഇതിൽ ഏതും പെടാത്ത സപ്ലൈ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട് ഓഫ് സ്കോപ്പ് വാറ്റ് സപ്ലൈ, ഇതിൽ 4 പെടാത്ത സപ്ലൈ ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഏത് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് ഏത് ടൈപ്പ് ഓഫ് സപ്ലൈ ആണെന്നുള്ളത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നിടത്താണ് നമ്മളെ വാറ്റിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാരണം ഇതനുസരിച്ചാണ് ബാക്കി പരിപാടികളൊക്കെ. ടാക്സബിൾ ആണെന്നുണ്ടെങ്കിൽ 15% വാറ്റ് വരും, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. എക്സെപ്റ്റഡ് ആണെങ്കിൽ എന്തൊക്കെയാണ്, സീറോ റേറ്റഡ് ആണെങ്കിൽ എന്തൊക്കെയാണ്, ഡീംഡ് ആണെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ്. അപ്പൊ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കാണുന്ന സമയത്ത് ഒരാൾക്ക് എന്ത് മൈൻഡിലൂടെ പോകണം? ഇത് പേപ്പറിൽ എഴുതാനല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം മൈൻഡിലൂടെ പോകണം എന്ത്? ഇത് സൗദി വാറ്റിൽ സീറോ റേറ്റഡ് ആണ്, അപ്പൊ വാറ്റ് റേറ്റ് 0% ആയിരിക്കും, നിങ്ങൾക്ക് അതിന്റെ പേരിലുള്ള ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് എക്സംപ്റ്റഡ് ആണ്, ഇവിടെ വാറ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് ടാക്സബിൾ ആണ്, ഇവിടെ 15% ടാക്സ് വരുന്ന ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓരോ ട്രാൻസാക്ഷൻ കാണുന്ന സമയത്തും നമുക്ക് പറയാൻ പറ്റണം. അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വാറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാണ്. നമുക്ക് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യലോ എന്തൊന്നുമല്ല. ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ? കമ്പനിയിലെ ഓരോ ട്രാൻസാക്ഷൻസും കണ്ടു കഴിഞ്ഞാൽ, കമ്പനി വരുന്ന ഓരോ ട്രാൻസാക്ഷൻസും കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പ് ഓഫ് സപ്ലൈയിൽ പെടും എന്നുള്ളത് പറയാൻ പറ്റണം. അപ്പൊ അതിനെന്ത് അറിയണം? നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് സപ്ലൈയിലും വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച ഏത് ടൈപ്പ് ഓഫ് സപ്ലൈ ആണ്? സീറോ റേറ്റഡ് ആണ്. സീറോ റേറ്റഡ് ഞാൻ പറഞ്ഞു, ഔട്ട്പുട്ട് 0%ഉം ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണെന്ത്? 0%ന്റെ മേജർ പ്രത്യേകത. അപ്പൊ അതിലുള്ള ഉദാഹരണങ്ങൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് ഇനി എന്ത് ചെയ്യില്ല, കൂടൂല. അതായത് നമ്മൾ പറയില്ലേ എക്സെട്ര, അങ്ങനെ എക്സെട്ര അല്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന ലിസ്റ്റിൽ പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ത്? സൗദി അറേബ്യയിൽ സീറോ റേറ്റഡിന്റെ അണ്ടറിലുള്ളൂ. അപ്പൊ നമ്മൾ ലിസ്റ്റിലുള്ള എല്ലാവരും പറയും 0% വരുന്ന, സൗദി അറേബ്യയിൽ സീറോ റേറ്റഡ് ടാക്സ് റേറ്റ് വരുന്ന ലിസ്റ്റ് മുഴുവൻ നമ്മൾ പറയും. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇനി വേറെ ആരെങ്കിലും ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ അത്രേ ഉള്ളൂ എന്ത്? 0%-നകത്തുള്ളൂ. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മെഡിസിൻസിന്റെ കേസാണ്. നിങ്ങൾക്ക് ഓൾറെഡി പലപ്പോഴും നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഇപ്പൊ പരിചയമുള്ള കാര്യമായിരിക്കും എന്ത്? സൗദി അറേബ്യയിൽ മരുന്നിന് എന്തില്ല? ടാക്സ് റേറ്റ് ഇല്ല, അല്ലെ? മെഡിസിൻസിന് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിന് എന്തില്ല? സൗദിയിൽ ടാക്സ് ഇല്ല, അല്ലെങ്കിൽ വാറ്റ് ഇല്ല. ടാക്സ് ഇല്ല എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ടാക്സിനെ കുറിച്ച് വിചാരിക്കരുത്. വാറ്റ് ഇല്ല. സൗദി അറേബ്യയിൽ മരുന്നുകൾക്കും മെഡിക്കൽ എക്യുപ്മെന്റ്സിനും, മെഡിസിനും മെഡിക്കൽ എക്യുപ്മെന്റ്സിനും എന്തില്ല? ടാക്സ് ഇല്ല. വാറ്റ് ഇല്ല അല്ലെങ്കിൽ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ ടാക്സ് ഇല്ല എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് കൂടി പറയണം. എന്താ അതിന്റെ റീസൺ? അത് സീറോ റേറ്റഡ് ആണ്. ഓക്കെ, സോ സൗദിയിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച സീറോ റേറ്റഡ് ലിസ്റ്റിലുള്ള ആദ്യത്തെ ആളാരാ? മെഡിസിൻസ് ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പൊ ഇനി മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നവർ, മെഡിസിൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കണം എന്ത്? നിങ്ങൾക്ക് ടാക്സ് റേറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വാറ്റ് ഇല്ലാത്ത എന്തുകൊണ്ടാ? അതിന്റെ വാറ്റ് റേറ്റ് 0% ആയതുകൊണ്ടാണ്. സൗദി അറേബ്യയിൽ അതിന്റെ ടാക്സ് റേറ്റ് 0% ആണ്. ഓക്കെ, അത് ആദ്യത്തെ എക്സാമ്പിൾ, മെഡിസിൻസ് ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. പക്ഷെ അവിടെ ആ മെഡിസിനും മെഡിക്കലും എന്തായിരിക്കണം? സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി, SFDA എന്ന് പറയുന്ന സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അപ്രൂവ് ചെയ്ത മെഡിസിൻ ആയിരിക്കണം. ഓക്കെ, സോ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഡിസിൻ സൗദി അറേബ്യയിൽ 0% ടാക്സ് റേറ്റ് വരണം എന്നുണ്ടെങ്കിൽ, ടാക്സ് റേറ്റ് 0 ആവണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താ? അത് SFDA അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കണം, സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. ഇനി പ്രിസ്ക്രിപ്ഷൻ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ആയിരിക്കണം. പ്രിസ്ക്രിപ്ഷൻ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൗണ്ടർ മെഡിസിൻസിനേക്കാളും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇത് സംവാട്ട് ഡിബാറ്റബിൾ ആണ്. അതായത് എപ്പോഴും 0% കൊടുക്കേണ്ടത് പ്രിസ്ക്രിപ്ഷൻ ഉള്ള മെഡിസിൻസിനാണെന്നാണ്. ഡോക്ടർ എന്ത് ചെയ്യണം? ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്താൽ മരുന്ന് ചീട്ട് വേണമെന്നർത്ഥം. അതായത് ഓവർ ദ കൗണ്ടർ എന്ത് ചെയ്യാൻ പാടില്ല?
മെഡിസിൻ വാങ്ങാൻ പാടില്ല എന്നർത്ഥം. അതായത് നമ്മൾ നേരെ പോയിട്ട് ഒരു മെഡിക്കൽ സ്റ്റോർ പോയിട്ട് പനിക്കുള്ള ഈ ഒരു മരുന്ന് വാങ്ങണം എന്ന് പറയുന്ന സമയത്ത് 0% കൊടുക്കരുത് എന്നാണ് വാറ്റ് ലോ പറയുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. എല്ലാവരും എന്ത് ചെയ്യും, 0% തന്നെയാണ് കാണിക്കുക. പക്ഷെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. എപ്പോഴും പ്രിസ്ക്രിപ്ഷൻ ഉള്ള മെഡിസിനെയാണ് എന്ത് ചെയ്യുന്നത് 0% വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണം. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ പോയിട്ട് എന്ത് ചെയ്യരുത്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഐറ്റത്തിന് 0% കൊടുക്കുന്നത് സൗദി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല, അത്ര അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. സ്റ്റിൽ എന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, 0% കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്, അത് 0% ആണ്. ഇനി മെഡിക്കൽ ഡിവൈസുകളുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഞാൻ പറഞ്ഞ പോലെ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് സാധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്. സ്റ്റെതസ്കോപ്പ്, വീൽ ചെയർ, ഇതൊക്കെ എന്താണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. ഇതിനൊക്കെ 0% ആണ് വരിക. അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസും ഇൻസ്ട്രുമെന്റ്സും ഉണ്ട് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെന്റ് ഓർ ഡയഗ്നോസിസിലും ട്രീറ്റ്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ. ഇപ്പോൾ നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഷുഗർ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ എന്താണ്, മെഡിക്കൽ ഡിവൈസുകളാണ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുകളാണ്. നമ്മൾ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാവും, ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നതാവും. ഇതിനൊക്കെ വാറ്റ് റേറ്റ് എത്രയാണ്, 0% ആണ്. അപ്പോൾ 0% എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ 0% എന്ന് ആലോചിക്കുന്ന സമയത്ത് ആദ്യം ഹെൽത്ത് ചെക്ക് റിലേറ്റഡ് സർവീസുകളൊക്കെ മൈൻഡിലേക്കാണ് വന്നോട്ടെ. അതായത് ഹെൽത്ത് റിലേറ്റഡ് സർവീസുകളൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാലും 0% ആണ് ടാക്സ് റേറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എക്യുപ്മെന്റ് യൂസ്ഡ് ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സും നേഴ്സസ് ഒക്കെ ഉപയോഗിക്കുന്ന അവരുടെ എക്യുപ്മെന്റ്സിനും 0% ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അവിടെ എന്ത് വേണം, SFDA അപ്രൂവലുള്ള ആളായിരിക്കണം. ഓക്കെ. ഇനി ചില സാധനങ്ങൾ എന്തല്ല, ഹെൽത്ത് കെയർ പ്രൊഡക്ട്സിൽ പെടൂല. ഞാൻ പറഞ്ഞപ്പോൾ 0% നമ്മൾ കാണുന്ന സമയത്ത് ആദ്യം ഹെൽത്ത് കെയറിലുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, 0% പരിഗണിക്കണം. എന്നാൽ ചിലതൊന്നും എന്തല്ല, ഹെൽത്ത് കെയറിൽ സൗദി ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിലൊരാളാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കാണുന്ന, ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ആള്. ഏത്, ജിം എക്യുപ്മെന്റ്സ്. ഇപ്പൊ ജിമ്മ് നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് ജിമ്മ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ആണ് അല്ലേ. അപ്പൊ ജിം എക്യുപ്മെന്റ് വിറ്റ് കഴിഞ്ഞാൽ 0% ആണോ വാറ്റ് റേറ്റ്, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. കാരണം ജിം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ആണ്, ഹെൽത്ത് റിലേറ്റഡ് ഒക്കെ 0% അല്ലേ. മെഡിസിനും മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ 0 ആണല്ലോ. അപ്പൊ ഇതും 0 ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇതിനെന്തുണ്ട്, 15% വാറ്റ് ഉണ്ട്. ഇത് ഹെൽത്ത് കെയറിൽ പെടുന്നില്ല. ഏത്, ജിം എക്യുപ്മെന്റ്സ്. ഓക്കെ. സോ ജിം എക്യുപ്മെന്റ്സിനൊക്കെ ടാക്സ് റേറ്റ് 15% തന്നെയാണ്. ബാക്കിയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സിനൊക്കെ എന്താണ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏതാ, നമ്മൾ സർജറിയിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടർ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സിറിഞ്ചുകൾ, ഇതൊക്കെ എന്താണ്, ടാക്സ് റേറ്റ് 0% ആണ്. ഓക്കെ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം നമ്മൾ ആദ്യം പഠിച്ചത്. ഇനി മുതൽ നിങ്ങൾക്കും ഓൾറെഡി ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. ഇപ്പൊ സൗദിയിൽ കുറച്ചു കാലം നിന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. മരുന്നിനൊന്നും സൗദി അറേബ്യയിൽ ടാക്സ് ഇല്ല അല്ലെങ്കിൽ വാറ്റ് ഇല്ല എന്നുള്ള കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഓക്കെ. അപ്പോൾ അതൊരു കേസ്. ഇനി രണ്ടാമത്തെ ഒരു കേസ്, ഇനി ഇതിൽ തന്നെ വരുന്ന ഒരു ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതിലൊന്ന് കോസ്മെറ്റിക് സർജറി ഒക്കെയാണ്. ഓക്കെ. കോസ്മെറ്റിക് സർജറി ഇപ്പൊ ചില സാധനത്തിനൊക്കെ 15% വരും. അതിലൊന്നാണ് കോസ്മെറ്റിക് സർജറി. കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കോസ്മെറ്റിക് സർജറി ചെയ്യുന്നുണ്ടല്ലേ. അത്തരത്തിലുള്ള കോസ്മെറ്റിക് സർജറിക്ക് 15% വാറ്റ് ഉണ്ട്. ആക്ച്വലി ഈ കോസ്മെറ്റിക് സർജറിക്കൊക്കെ 15% വാറ്റ് ഉണ്ട്, 0 അല്ല. പക്ഷെ ചില സമയത്ത് കോസ്മെറ്റിക് സർജറി നമുക്ക് നിർബന്ധമായിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ നമ്മുടെ ചുണ്ടൊന്ന് മുറിഞ്ഞുപോയി. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡോക്ടർ നിർബന്ധമായിട്ടും പറയുന്നത് ഒരു കോസ്മെറ്റിക് സർജറി ചെയ്യണം, ചുണ്ട് റെഡി ആക്കണമെങ്കിൽ കോസ്മെറ്റിക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. ആ കോസ്മെറ്റിക് സർജറിക്ക് എന്താണ് ടാക്സ് റേറ്റ്, 0% ആണ് വരിക. കാരണം എന്താ, അതൊരു ആക്സിഡന്റ് മൂലം നമുക്ക് ഡയഗ്നോസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊരു അപകടം പറ്റി നമ്മൾ ചെയ്യുന്ന കോസ്മെറ്റിക് സർജറിയാണ്. അതിന്റെ ടാക്സ് റേറ്റ് 0% ആണ് വരിക. അതല്ലാതെ നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നമ്മുടെ സൗന്ദര്യം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ ആക്ടേഴ്സ് ഒക്കെ ചെയ്യില്ല, ചില നടന്മാരൊക്കെ ചെയ്യില്ല, അവരെന്ത് ചെയ്യും, അവരുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ സർജറികളൊക്കെ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള സർജറിക്കൊക്കെ, കോസ്മെറ്റിക് സർജറിക്കൊക്കെ ടാക്സ് റേറ്റ് 15% ആണ്. ബാക്കിയുള്ള എല്ലാ മെഡിക്കൽ റിലേറ്റഡ് സാധനങ്ങൾക്കും ഹെൽത്ത് കെയർ സാധനങ്ങൾക്കും 0% ആണ് ടാക്സ് റേറ്റ്. സൗദി അറേബ്യയിൽ 0 റേറ്റഡ് ട്രാൻസാക്ഷന്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ. അപ്പൊ അതിൽ ഈ രണ്ട് സാധനങ്ങൾ സ്പെഷ്യലി ആലോചിച്ച് വെക്കുക. കോസ്മെറ്റിക് സർജറി, അതുപോലെ ജിം റിലേറ്റഡ് എക്യുപ്മെന്റ്സ് ഒക്കെ. ജിമ്മ് പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ ജിം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആണെന്ന് തോന്നുമെങ്കിലും ജിം എന്തല്ല ഹെൽത്ത് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഉദാഹരണം
മെഡിക്കൽ ആണ്, മെഡിക്കൽ സർവേ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് സപ്ലൈ ആണ്. രണ്ടാമത്തെ ഉദാഹരണം, ഒരു ഉദാഹരണം ഞാൻ അവിടെ സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നത്. ഒന്നാമത്തെ ഉദാഹരണം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് 2ക്കും 3ക്കും പോകുന്നത്. ഓക്കെ, 1ക്ക് നമുക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് മെഡിസിൻ ആണ് 0%. അടുത്ത ആളാണ് എന്ത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രഷ്യസ് മെറ്റൽസ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രഷ്യസ് മെറ്റൽസിന് സൗദി അറേബ്യയിൽ 0% ആണ് ടാക്സ് റേറ്റ്. അപ്പൊ അതിന് ആദ്യം നമുക്ക് എന്താ അറിയണം, പ്രഷ്യസ് മെറ്റൽസ് എന്താണെന്ന് അറിയണം അല്ലെ. എന്താ ഈ പ്രഷ്യസ് മെറ്റൽസ്? പ്രഷ്യസ് മെറ്റൽസിൽ ഇൻവെസ്റ്റ്മെന്റിന് ടാക്സ് റേറ്റ് 0% ആണെന്ന് പറയുന്നു. എന്താ പ്രഷ്യസ് മെറ്റൽസ്? പ്രഷ്യസ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം അറ്റ് 99% പ്യൂരിറ്റി. 99% മേലെ അല്ലെങ്കിൽ 99% പ്യുവർ ആയിട്ടുള്ള ഗോൾഡിനെയും സിൽവറിനെയും പ്ലാറ്റിനത്തെയും വിളിക്കുന്ന പേരാണ് പ്രഷ്യസ് മെറ്റൽ. ലോകത്തെല്ലായിടത്തും ഈ ടൈപ്പ് ഓഫ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനത്തെ 99% മേലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷ്യസ് മെറ്റൽസ്. പ്രഷ്യസ് മെറ്റൽസ് ആണ്. ഈ പ്രഷ്യസ് മെറ്റൽസ് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ വാങ്ങുന്നതിന്റെ പർപ്പസ് എന്തായിരിക്കണം, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് നമ്മൾ വാങ്ങുകയാണെന്നെങ്കിൽ ടാക്സ് റേറ്റ് 0% ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി സ്വർണ്ണം എടുക്കാൻ പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗോൾഡിന്റെ ഒരു ചെയിൻ വാങ്ങാൻ പോയിട്ടുള്ളൂ, അപ്പൊ എന്റെ കയ്യിൽ നിന്ന് 15% വാറ്റ് കളക്ട് ചെയ്തല്ലോ, 0 ഒന്നുമല്ലല്ലോ വന്നത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നേക്കാം. ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കുക. ഗോൾഡ് ചെയിനിനെ കുറിച്ചോ ഓർണമെന്റ്സിനെ കുറിച്ചോ ജ്വല്ലറിനെ കുറിച്ചോ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്, ഗോൾഡ്, സിൽവർ അല്ലെങ്കിൽ പ്ലാറ്റിനം ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. എന്താ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനുള്ള ഗോൾഡും സിൽവറും പ്ലാറ്റിനും? ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ ഐറ്റം ബുള്ളിയൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ബുള്ളിയൻ മാർക്കറ്റിൽ. അപ്പൊ എന്താ ബുള്ളിയൻ മാർക്കറ്റ്? ബുള്ളിയൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജ്വല്ലറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ജ്വല്ലറി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ജ്വല്ലറിയിൽ ആരെങ്കിലും ഉണ്ടോ? നാട്ടിലോ ജ്വല്ലറിയിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ബുള്ളിയൻ പറഞ്ഞ സാധനം എന്താണെന്നുള്ളത്. ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന്റെ ബാറുകൾ അല്ലെങ്കിൽ കട്ടകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബുള്ളിയൻ. കാരണം നമ്മൾ ജ്വല്ലറി സാധനം വാങ്ങുന്ന പോലെ അല്ല എന്ത് ചെയ്യുക, ജ്വല്ലറികൾ അറിയില്ലല്ലോ. നമ്മൾ സാധാരണ ആൾക്കാർ നമ്മൾ ജ്വല്ലറി വാങ്ങുന്ന പോലെ അല്ല ജ്വല്ലറി ഷോപ്പിലുള്ള ആൾക്കാർ ഗോൾഡ് വാങ്ങാം അല്ലെ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. അവരെന്ത് ചെയ്യില്ല, ജ്വല്ലറി അല്ലെങ്കിൽ ഒരു മാല അതേപോലെ മാല ആയിട്ടാണ് വാങ്ങുക, അല്ലെങ്കിൽ ചെയിന് അല്ലെങ്കിൽ ബാംഗിൾസ് അതേപോലെയാണ് വാങ്ങുക. അല്ല, അവരെന്തായി വാങ്ങുക, അവര് കട്ടകളായിട്ട് അല്ലെങ്കിൽ ബുള്ളിയൻസ് ആയിട്ടാണ് വാങ്ങുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബുള്ളിയൻ. ഈ തരത്തിലുള്ള ബാറുകളായിട്ടും ഇങ്കോട്ടുകളായിട്ടൊക്കെയാണ് വാങ്ങുക. ബാറുകൾ നമ്മൾ പറയില്ലേ, ബാറ്, ഗോൾഡിന്റെ ബാറ് നമ്മൾ പറയില്ലേ, ബാറുകളായിട്ടാണ് അവരെന്ത് ചെയ്യുക വാങ്ങുക. അവർ തങ്കത്തിനാണ് വില പറയുക, അല്ലെങ്കിൽ കട്ടക്കാണ് അവരെന്ത് ചെയ്യുക വില പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ഗോൾഡ് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഗോൾഡിന്റെ അക്കൗണ്ടിങ്ങും കുറച്ച് സ്പെഷ്യലാണ്. ഗോൾഡ് അക്കൗണ്ടിങ്ങും കുറച്ചധികം ഡിഫറെന്റ് ആണ്. അവിടെ സ്റ്റോക്ക് എടുക്കുന്നതൊക്കെ വളരെ ഡിഫറെന്റ് കാര്യമാണ്. നമ്മൾ സാധാരണ കമ്പനീന്റെ സ്റ്റോക്ക് എടുക്കുന്ന പോലെ അല്ല ഗോൾഡിന്റെ സ്റ്റോക്ക് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ. ഗോൾഡിന്റെ സ്റ്റോക്ക് എടുക്കാൻ അവര് ഓരോ ദിവസവും വാല്യൂ കാണുക ഈ ഗോൾഡിന്റെ ഗ്രാമിലാണ്, റേറ്റിലല്ല. ഗോൾഡിന്റെ ഗ്രാം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, റേറ്റ് കാണലും ഗ്രാമിലാണ് അവരുടെ പ്രോഫിറ്റും ഇതൊക്കെ വരിക. ഗോൾഡിന്റെ തന്നെ സെപ്പറേറ്റ് കാര്യമാണ്, നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ ഗോൾഡ് ബുള്ളിയൻ ആയിട്ടാണ് അവരെന്ത് ചെയ്യുക, അവർ പർച്ചേസ് ചെയ്യുക. അപ്പൊ ഈ ബുള്ളിയൻ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗോൾഡിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കൂടി ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെന്ന് വിചാരിച്ചോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് ജ്വല്ലറി ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ മാലയായിട്ടും ചെയിനായിട്ടൊക്കെ നമുക്ക് വാങ്ങുന്നതിനും വെക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ ഈവൻ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഒരാൾ ഗോൾഡ് അല്ലെങ്കിൽ ജ്വല്ലറി ഹോൾഡ് ചെയ്യുന്നതിന് ഒരു റേറ്റ് ഒക്കെ ഉണ്ട്. ഇത്ര ശതമാനമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ശതമാനം എന്നല്ല, ഇത്ര ഗ്രാമേ പാടുള്ളൂ, ഇത്ര പവനേ പാടുള്ളൂ എന്ന് റേറ്റ് ഉണ്ട്. ആണുങ്ങളാണെങ്കിൽ ഇത്ര പവൻ, പെണ്ണുങ്ങളാണെങ്കിൽ ഇത്ര പവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ ഇൻകം ടാക്സിന്റെ റൂള് പ്രകാരം ഒരാൾ അയാളുടെ കയ്യിൽ വീട്ടിൽ ഓർണമെന്റ്സ് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കണക്ക് കാണിക്കണം. അപ്പൊ അതല്ലാതെ കണക്ക് കാണിക്കാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡിന് ഒരു കണക്കുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള നമ്മൾ ജ്വല്ലറി കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ജ്വല്ലറികളായിട്ടും ബാംഗിൾസ് ആയിട്ടും വളയായിട്ടും മാലയായിട്ടൊക്കെ നമ്മൾ സ്വർണം കീപ്പ് ചെയ്യുന്നതിന് നമുക്കൊരു പരിധിയുണ്ട്. പക്ഷെ ലോകത്തുള്ള വലിയ ബിസിനസ്സുകൾ അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഒന്നും, ഈ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഇപ്പൊ US ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സാധനമാണ് എന്ത്, ഗോൾഡിന്റെ പ്രൈസ് റേറ്റ്. നിങ്ങൾ കാണുന്നതായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇപ്പൊ ഏകദേശം 1 lakh എത്തി, ഒരു പവന് 1 ലക്ഷത്തോളം എന്തായി റേറ്റ് എത്തി.
അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഗോൾഡിന്റെ റേറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നത്? അല്ലെ, നമ്മൾ ലോകത്ത് ഇപ്പൊ നമ്മൾ പറയും യുദ്ധം വന്നു, അപ്പോൾ നമ്മൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം വന്നിരുന്നു. ആ സമയത്ത് ആൾക്കാർ, നാട്ടിലുള്ള ഗോൾഡിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഗോൾഡിന്റെ റേറ്റ് കൂടുമോ കുറയോ. ഇനിയിപ്പോ നാളെ അമേരിക്കയിൽ ട്രംപ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ നാട്ടുകാർ പറയുന്നത് ഓ സ്വർണത്തിന്റെ വില കൂടുന്നു കുറയുന്നു അങ്ങനെ അങ്ങനെ എങ്ങനെ പറയും. ഇപ്പോ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ യുക്രൈൻ യുദ്ധം വന്ന സമയത്ത് അപ്പോഴെന്തായിരുന്നു, നമ്മൾ ആൾക്കാരൊക്കെ നോക്കുന്നത് എന്താ, ഗോൾഡിൽ എന്തെങ്കിലും മാറ്റം വരുമോ അല്ലെങ്കിൽ ഗോൾഡിന്റെ റേറ്റ് മാറും. നമ്മൾ ഓയിലിന്റെ കേസൊക്കെ പറയും. ഓയിലിന്റെ കേസ് പറയപ്പോഴാ ഏതെങ്കിലും GCC കൺട്രീസിൽ എന്തെങ്കിലും അറ്റാക്കോ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഖത്തറിൽ എന്തെങ്കിലും ഒരു ആ ഒരു ഇസ്രായേൽ ഫലസ്തീൻ അറ്റാക്കിന്റെ സമയത്ത് ഖത്തറിൽ ഒരു അറ്റാക്ക് ഒക്കെ വന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിച്ചെന്താ, ആ ഓയിൽ എന്തോ മാറ്റം വരാൻ പോകുന്നുണ്ട്, ഓയിലിന്റെ റേറ്റിൽ മാറുമോ അല്ലെങ്കിൽ ഓയിൽ റേറ്റ് മാറുമോ അല്ലെങ്കിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില മാറുമോ എന്നൊക്കെയാണ് നമ്മളെ പേടി. പക്ഷേ ബാക്കി എന്ത് നടന്നു കഴിഞ്ഞാലും ആൾക്കാർ എന്താ ചെയ്യുക, ഗോൾഡിൽ എന്ത് സംഭവിക്കുമെന്ന് ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും അപ്പം എന്ത് വരും, ഗോൾഡിന്റെ റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരും, അല്ലെങ്കിൽ ആ മാറ്റത്തെ കുറിച്ച് ആൾക്കാർ ആലോചിക്കും. ഇപ്പോ ഒന്നും വേണ്ട, അമേരിക്കയിൽ ട്രംപ് എന്ത് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ എക്സിൽ ട്വിറ്ററിൽ എന്ത് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു പോസ്റ്റ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും നമ്മുടെ നാട്ടിലുള്ള ഗോൾഡിനെ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ അതൊക്കെ ബാധിക്കുന്നതിന്റെ റീസൺ എന്താ, ഈ പറഞ്ഞല്ലോ ഗ്ലോബലി നടക്കുന്ന ഈ ഫാക്ടേഴ്സ് ഒക്കെ ഈ പറയപ്പെടുന്ന ഗോൾഡിലും കാര്യത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന ഗോൾഡിൽ കാര്യമായി ബാധിക്കാനുള്ള റീസൺ എന്താ, ബാക്കി സാധനങ്ങളൊന്നും അത്ര തന്നെ ബാധിക്കില്ല, പക്ഷെ ഗോൾഡ് എന്ത് ചെയ്യും, ഈ രീതിയിൽ ഗ്ലോബലി നടക്കുന്ന എല്ലാ ഫാക്ടേഴ്സും ഈ പറഞ്ഞ ഗോൾഡിനെ ബാധിക്കും. അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനത്തിനെ പോലുള്ള വലിയ പ്രഷ്യസ് മെറ്റൽസിനെ ബാധിക്കും. സിൽവറൊക്കെ ഇപ്പൊ നല്ല പോലെ കയറി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു വർഷം സിൽവറിലൊക്കെ ഭയങ്കര ഹ്യൂജ് കയറ്റാണ് സംഭവിച്ചത്. അപ്പൊ ഈ രീതിയിലൊക്കെ വരാനുള്ള റീസൺ എന്താ, അല്ലെങ്കിൽ ഗ്ലോബലി നടക്കുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഇതിനെ ബാധിക്കാനുള്ള റീസൺ എന്താ? മേജർ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് വേറെ പല റീസൺസും ഉണ്ട്. അതിൽ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു മേജർ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് ലോകത്ത് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളുടെ അല്ലെങ്കിൽ വലിയ ബാങ്കുകളുടെ, ഇപ്പൊ നിങ്ങൾക്ക് അമേരിക്കൻ ബാങ്ക് എന്നുള്ള ഒരു ബാങ്ക് ഉണ്ട്. അമേരിക്കൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പബ്ലിക് ബാങ്കുകളിലെ ഏറ്റവും വലിയൊരു ബാങ്കാണ്. ഇപ്പൊ നമ്മൾ SBI എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ വലിയൊരു ബാങ്കാണ്. അല്ലെങ്കിൽ അവരുടെ ഫെഡറൽ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാങ്കാണ്. ഇപ്പൊ ഞാൻ വീണ്ടും കുറച്ച് ഔട്ട് ഓഫ് കാര്യങ്ങൾ പറയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാരൻ ബഫറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്ററെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വാരൻ ബഫറ്റ് കേട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന്, അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വാരൻ ബഫറ്റ് വേൾഡ് ഫേമസ് ഇൻവെസ്റ്റർ ആണ്. വാരൻ ബഫറ്റ് ലോകത്ത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ആണ് വാരൻ ബഫറ്റ്. അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിലൂടെ റിച്ച് ആയ ആളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പല പരിപാടി ഉണ്ടല്ലോ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡിംഗ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ട്രേഡിങ്ങിലൂടെ റിച്ച് ആയ ആൾക്കാരെ നിങ്ങൾ അധികം കാണൂല. ട്രേഡിങ്ങിലൂടെയാണ് റിച്ച് എന്നൊക്കെ പറയും, ഐ മീൻ ആ രീതിയിലൊക്കെയാണ് നിങ്ങൾ പലയിടത്തും ആഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെങ്കിലും ട്രേഡിങ്ങിലൂടെ വലിയൊരു റിച്ച് ആയ ആൾക്കാരുണ്ടാവില്ല. പകുതിയിലേറെ ആൾക്കാർ റിച്ച് ആയി ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ്. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഒരു ഫണ്ട് അവിടെ ഇട്ടിട്ട് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ആ ഫണ്ടിന്റെ വാല്യൂ കൂടുന്നതും അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, ട്രേഡിങ്ങിലൂടെ റിച്ച് ആയ ആൾക്കാരുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ആരും വിചാരിക്കണ്ട ഞാൻ ട്രേഡിങ്ങിനെ താഴ്ത്തി പറ്റുമെന്ന് പറഞ്ഞൊന്നും പറയണ്ട. ട്രേഡിങ് ഹൈലി റിസ്കി ആയതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള റീസൺ. കാരണം ട്രേഡിങ്ങിലൂടെ ഫണ്ട് പോയ ആൾക്കാരെയാണ് കൂടുതലും നമ്മൾ കാണുക. ഫണ്ട് കിട്ടിയ ആൾക്കാരെക്കാൾ കൂടുതൽ ഒരു 80-70% ട്രേഡിങ്ങിലൂടെ നഷ്ടപ്പെട്ടവരായിരിക്കും. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയല്ല. ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു 10 വർഷം 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ലാഭം ഉണ്ടാക്കും. ഇൻക്ലൂഡിങ് വാരൻ ബഫറ്റ്. ഈ വാരൻ ബഫറ്റിന്റെ ഒക്കെ പോർട്ട്ഫോളിയോ നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അയാൾ ഏതൊക്കെ സ്റ്റോക്കിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിങ്ങൾക്ക് US വലിയ വലിയ കമ്പനികളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ആപ്പിൾ പോലത്തെ, മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ ബാങ്ക് കാണാൻ പറ്റും, അമേരിക്കൻ ബാങ്ക് പോലത്തെ ബാങ്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തോ പറയുന്നുണ്ടല്ലോ, ഐ ആം എ വിക്ടിം. ഓക്കെ നമുക്ക് പിന്നെ പറയാം ഡിസ്കഷൻ. റിക്കവർ ആയോ, വിക്ടിം ആയിട്ട് റിക്കവർ ആയോ ഇപ്പോ? ഓക്കെ അല്ലേ? ഇല്ല അത് കാശൊക്കെ പോയോ? പോയി. എന്താ ചെയ്ത്, ട്രേഡ് ചെയ്ത അതോ ഓപ്ഷൻസിലോ, ഫ്യൂച്ചേഴ്സ്? അല്ല, ഫോറക്സിലോ. ഫോറക്സിൽ പോയി. അറാംകോ ഷെയറിൽ കുറെ കാശ് കിടപ്പുണ്ട്, ബിറ്റ് കോയിനിൽ കുറച്ചുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അത്രേ ഉള്ളൂ. ഓക്കെ സോ അത് നമുക്ക് അപ്പൊ അതൊക്കെയാണ് ഒരു റിസ്ക് ഫാക്ടർ ആണ് ആ സാധനം. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്
ഈ പറഞ്ഞ വന്ന അമേരിക്കൻ ബാങ്ക് എന്ന് പറഞ്ഞ പോലത്തെ ബാങ്കുകളുടെയൊക്കെ അവരുടെയൊക്കെ മേജർ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അവരുടെയൊക്കെ സോഴ്സ് ഫണ്ട്, ക്യാപിറ്റൽ ഫണ്ട്, അല്ലെങ്കിൽ അവർ റിസർവ് ഫണ്ടായിട്ട് കൂടുതലും ഫണ്ട് ഇട്ടിട്ടുണ്ടാവുക ബാങ്കിലെ ലോക്കറിനകത്തിൽ കിടക്കുന്ന കട്ടിക്ക് കിടക്കുന്ന ഗോൾഡിലാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇംഗ്ലീഷ് സിനിമയൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വലിയ വലിയ ബാങ്കിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യും, ഗോൾഡ് അടിച്ചു മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഗോൾഡിന്റെ ബാർ കൊണ്ടുകൊണ്ട് കാണാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഗോൾഡ് ബാങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ബാങ്കിന്റെ ജ്വല്ലറി ആണെന്നാണ് നമ്മൾ വിചാരിക്കുക, ലോണ് പണയം വെച്ചതും കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയല്ല, വേൾഡ് ബാങ്കിലൊക്കെ ഗോൾഡ് അവർ പണയം വെച്ചതും ഇതായതൊന്നുമല്ല, അവർ റിസർവ് ആയിട്ട് ഗോൾഡിനെയാണ് കാണുന്നത്. ഗോൾഡിന് എന്ത് ചെയ്യാണ്, റിസർവ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗോൾഡിന്റെ പേരിൽ ഇത്രയും ആൾക്കാർ ഗോൾഡിനെ കാണുന്നതും ഗോൾഡിന്റെ ഈ ഗ്ലോബലി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗോൾഡിനെ ബാധിക്കുന്നതൊക്കെ എന്താ, ആ സമയത്ത് ഈ പറയപ്പെടുന്ന ബാങ്കുകളിലൊക്കെ റിസർവ് ഫണ്ടാണ് ഗോൾഡ്. അപ്പൊ ഗോൾഡിന് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാങ്കുകളെ ബാധിക്കും, ഈ ബാങ്കുകളെ ബാധിക്കുന്ന ബാക്കിയുള്ളതിനെ ബാധിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ ബാങ്കിൽ വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലോബലി ചേഞ്ച് വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നത്, ഗോൾഡിന്റെ പ്രൈസിൽ ഈ രീതിയിൽ ഇൻക്രീസ് വരുന്നത് ഒരു റീസൺ ആണ്, ഒരു മേജർ റീസൺ ആണ്. വേറെ ഒരുപാട് റീസൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ആൾക്കാരൊക്കെ ഗോൾഡ് എന്ത് ചെയ്യുക, കാണുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മേജർ ആൾക്കാരും ഗോൾഡ് കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ള എന്ത്, ഗോൾഡിനെ ഒരു വിവാഹ കമ്പോളത്തിൽ ഇത്രമാത്രം മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലാണ് കൂടുതലും. ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്, സ്വർണം ഓൺലി ഫോർ ജ്വല്ലറി, ഈ ഒരു വെഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് സ്വർണത്തെ ഇത്രമാത്രം കാണുന്ന ആൾക്കാർ നമ്മൾ ഇന്ത്യക്കാരാണ്. വേറെ എവിടെ പോയാലും ഇത്രത്തോളം സ്വർണത്തെ വെഡിങ്ങിന് പെർസ്പെക്റ്റീവിൽ കാണുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്ന ജ്വല്ലറികളൊക്കെ ആ രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുക. സ്വർണത്തിന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് സ്വർണ്ണം എടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ബാക്കിയുള്ള പല സ്ഥലത്തും അല്ലെങ്കിൽ പല രാജ്യത്തും ഗോൾഡ് എന്ന് പറഞ്ഞാൽ അവരുടെ മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർക്ക് ഈ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. അതും ജ്വല്ലറി ഫോമിലല്ല അവർ ഇൻവെസ്റ്റ് ചെയ്തെടുക്കുക, അവരെന്ത് ചെയ്യുക, കട്ടയിൽ ബാറിലാണ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്തിടുക. അപ്പൊ ഈ തരത്തിലുള്ള ഗോൾഡുകൾ, ഈ തരത്തിലുള്ള സിൽവർ, ഈ തരത്തിലുള്ള പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം 99% മേലെ പ്യൂരിറ്റി ഉള്ള ബുള്ളിയൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഫോമിലുള്ള ബാറുകളായിട്ട് കിടക്കുന്ന ഫോമിലുള്ള ഓക്കെ ഹോൾഡ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, നോട്ട് ഫോർ മാനുഫാക്ചറിങ് പർപ്പസ്. അതായത് വാങ്ങിയിട്ട് മാനുഫാക്ചർ ചെയ്യാനല്ല, ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി നമ്മൾ വാങ്ങിയിടുന്ന ഇത്തരത്തിലുള്ള ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, പ്ലാറ്റിനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രഷ്യസ് മെറ്റൽസ്. അതിന് ടാക്സ് റേറ്റ് 0% ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജ്വല്ലറിക്ക് എന്ത് വരില്ല, 0% വരില്ല. ജ്വല്ലറിക്ക് സാധാരണ ഉള്ള 15% തന്നെയാണ് ടാക്സ് റേറ്റ് വരിക. ബാക്കിയുള്ള ഗോൾഡ്, ഈ തരത്തിൽ നമ്മൾ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ അതിനെത്രയാണ്, 0% ആണ് ടാക്സ് റേറ്റ് വരിക. അപ്പൊ അവിടെ പ്യൂരിറ്റി നോക്കണം, അതുപോലെ പർപ്പസും നോക്കണം. പ്യൂരിറ്റി നോക്കണം, പർപ്പസ് നോക്കണം. അത് രണ്ടും നോക്കിയിട്ടാണ് എന്ത് വരിക, അതിന്റെ ടാക്സ് റേറ്റ് വരിക. ഓക്കെ, അപ്പൊ അതാണ് 0%-ൽ അടുത്ത ഉദാഹരണം. അപ്പൊ 2 ഉദാഹരണങ്ങളായി. ഒന്ന് മെഡിസിൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലുള്ള ഐറ്റംസ് ഒക്കെ 0 ആണ് സൗദി അറേബ്യയിലെ ടാക്സ് റേറ്റ്. രണ്ടാമത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം 99% മേലെ പ്യൂരിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, ഇതും എന്താണ്, 0% ആണ് ടാക്സ് റേറ്റ് വരിക. മൂന്നാമത്തെ ഒരു ഉദാഹരണമാണ് സപ്ലൈസ് ടു ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സപ്ലൈസ് ടു ഡിപ്ലോമാറ്റിക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ WHO പോലത്തെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, WHO, നമ്മൾ ലോകാരോഗ്യ സംഘടനയായിട്ടുള്ള WHO അല്ലെങ്കിൽ റെഡ് ക്രോസ്, ഇതൊക്കെ എന്താണ്, ഒരു വേൾഡ് ഓർഗനൈസേഷൻസ് ആണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇന്ത്യൻ എംബസി, അതാണ് നമ്മുടെ ഡിപ്ലോമാറ്റ്. നമ്മൾ ഡിപ്ലോമാറ്റിക് ബാഗ്, നിങ്ങൾ കുറച്ചു കാലം മുന്നേ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഡിപ്ലോമാറ്റിക് ബാഗിലൂടെ സ്വർണം കടത്തി അത് ഇത് എന്നൊക്കെ പറഞ്ഞൊരു കേസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പൊളിറ്റിക്കലി ഭയങ്കര ഇഷ്യൂ ഉണ്ടായ കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ എന്തായിരുന്നു, ഡിപ്ലോമാറ്റ്സിന്റെ ബാഗ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സിന് ഭയങ്കര ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. അപ്പൊ അവിടെ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു, ഡിപ്ലോമാറ്റ്സിന്റെ ബാഗിലൂടെ കസ്റ്റംസിലൂടെ സ്വർണം കടത്തി, അതാണ് വിഷയം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പൊ എന്താ ഈ ഡിപ്ലോമാറ്റ്സിന് ഇത്ര പ്രത്യേകത? ആരാ ഈ ഡിപ്ലോമാറ്റ്സ്? ഡിപ്ലോമാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരാണ് എന്ത്, നമ്മൾ ഈ പറയപ്പെടുന്ന എംബസിയിൽ ഇരിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ എംബസി, പുറത്തുള്ള നമ്മുടെ ഇന്ത്യയുടെ എംബസി, സൗദിയിൽ ഒരു എംബസി ഉണ്ടാവും, UAE എംബസി ഉണ്ടാവും, ഖത്തറിൽ എംബസി ഉണ്ടാവും, നമ്മുടെ രാജ്യത്തിന് എല്ലാ രാജ്യത്തും ഉണ്ടാവും, അവരുമായിട്ട് എംബസികൾ ഉണ്ടാവും. അപ്പൊ ഈ എംബസിയിലുള്ള അല്ലെങ്കിൽ എംബസിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോമാറ്റ്സ്. ഓക്കെ, ആ ഓർഗനൈസേഷനെ പറയുന്ന പേരാണ് ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻ. അപ്പൊ ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻ, അതുപോലെ വേൾഡ് ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഏത് WHO പോലത്തെ ഓർഗനൈസേഷൻ, ഇതിനൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ടാക്സ് റേറ്റ് 0% ആണ് വരിക. അതായത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണേ, എന്റെ ഷോപ്പിൽ നിന്ന്
WHO ഒരു സെയിൽ അടിക്കുകയാണ്. ഓക്കെ, ഷോപ്പിൽ നിന്ന് ഇപ്പൊ എൻ്റെ ഷോപ്പ് ഒരു ഒരു ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഷോപ്പാണ്. ഓക്കെ, ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഷോപ്പാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് എൻ്റെ ഒരു കസ്റ്റമർ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ഫുഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം, ഫുഡ് വേണമെന്നില്ല, ഇനി വേറെ എന്തെങ്കിലും ഒരു ഐറ്റം, ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് തന്നെ വിചാരിച്ചോ. ഓക്കെ, അവിടെ നിന്നാണ് WHO ആണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഒരു കസ്റ്റമർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ WHOക്ക് കൊടുക്കുന്ന വാറ്റ് അല്ലെങ്കിൽ സാധനത്തിൻ്റെ വാറ്റ് റേറ്റ് എത്ര വരിക? 0% ആണ് വരിക. അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങൾക്കും നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ വാറ്റ് റേറ്റ് 0% ആണ് വരിക. ഇനി വേറൊരു ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യൻ എംബസിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഓക്കെ, ഇന്ത്യൻ എംബസിയാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യൻ എംബസിന്റെ തൊട്ടടുത്ത് നമുക്ക് ഇതിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ എംബസിയിലുള്ള ആൾക്കാർ നമ്മളെ ഷോപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുക, സാധനം പർച്ചേസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ത്യൻ എംബസിക്കാണ് ബില്ല് അടിക്കുന്നതെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റ് എന്താ വരേണ്ടത്? 0% വരാൻ പാടുള്ളൂ. അതായത് എംബസികൾക്ക് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻസിന്, അതുപോലെ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ ഉള്ള സപ്ലൈ ടാക്സ് റേറ്റ് 0% ആണ് വരിക. ഏതുകൂടി സപ്ലൈ ക്യാൻ ബി ഒഫീഷ്യൽ ഓർ പേഴ്സണൽ യൂസ് ഓഫ് ഡിപ്ലോമാറ്റ് എന്നാണ് പറയുന്നത്. അതിപ്പോ ഒരു ഡിപ്ലോമാറ്റ് ഉണ്ട്, അത് ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്. ഓക്കെ, ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിലെ ഒരു ഡിപ്ലോമാറ്റ്, അതായത് അവിടുത്തെ ഒരു എംബസിയിലെ ഒരു ഡിപ്ലോമാറ്റ്, എംപ്ലോയി എന്ന് പറയാൻ പാടില്ല, ഡിപ്ലോമാറ്റ് എന്ന് പറയണം. ഓക്കെ, ഡിപ്ലോമാറ്റ്, ഇന്ത്യൻ എംബസിയുടെ ഒരു ഡിപ്ലോമാറ്റ്, ഒരു IFRS ഉദ്യോഗസ്ഥനോ IAS ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും. ഓക്കെ, ഒരു ഡിപ്ലോമാറ്റ്. ഈ ഡിപ്ലോമാറ്റിന് നമ്മൾ എന്ത് ചെയ്തു, അയാൾ നമ്മുടെ ഒരു ഷോപ്പിൽ വന്നു, നമുക്കൊരു സൂപ്പർ മാർക്കറ്റാണ്, അയാൾ നമ്മുടെ ഷോപ്പിൽ വന്നു, അയാൾക്ക് ഒരു ബ്രഷ് വാങ്ങിക്കൊണ്ടുപോയി, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് വാങ്ങിക്കൊണ്ടുപോയി. ഈ ബ്രഷിന് പോലും നമ്മൾ വിൽക്കുന്ന സമയത്ത് ടാക്സ് റേറ്റ് 0% ആണ് കാണിക്കേണ്ടത്. അതായത് ഒരു ഡിപ്ലോമാറ്റ് അയാളുടെ ഒഫീഷ്യൽ ആവശ്യത്തിനായിക്കോട്ടെ പേഴ്സണൽ ആവശ്യത്തിനായിക്കോട്ടെ എന്തിന് വാങ്ങിയാലും അതിന്റെ ടാക്സ് റേറ്റ് 0% ആണ്. അപ്പൊ മൂന്നാമത്തെ ഉദാഹരണം ഏതാ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഓർഗനൈസേഷൻ, ഇതിനൊക്കെ നമ്മൾ സപ്ലൈ നടത്തുകയാണെങ്കിൽ, ഇവർക്കൊക്കെ നമ്മൾ സപ്ലൈ നടത്തുകയാണെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റ് 0% ആണ്. ഓക്കെ, അപ്പൊ അതാണ് മൂന്നാമത്തെ ഉദാഹരണം. ഇനി നാലാമത്തെ ഉദാഹരണം മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ കൊമേഴ്ഷ്യൽ യൂസേജ്. കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഏത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. ഏതൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം? നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഏതാ? ഫ്ലൈറ്റ്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇന്റർനാഷണൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഷിപ്പ്, അല്ലെ? ഫ്ലൈറ്റ്, ഷിപ്പ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലും ആൾക്കാർ പാസഞ്ചേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ? ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഷിപ്പാണ്. അപ്പൊ ഈ ഫ്ലൈറ്റിന്റെയും ഷിപ്പിന്റെയും ഒക്കെ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, കൊമേഴ്ഷ്യൽ എയർലൈൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, ഇന്റർനാഷണൽ റൂട്ടിൽ പോകുന്നതായിരിക്കണം. ഓക്കെ, ഇന്റർനാഷണൽ റൂട്ടിൽ പോകുന്ന കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എയർലൈനുകൾ, ഷിപ്പുകളുടെയൊക്കെ, അല്ലെങ്കിൽ ആ ഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർവീസുകൾ, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, ഫിഷിംഗ്, ടൂറിസ്റ്റ്, ഇതൊക്കെ ഷിപ്പിനുമായി ബന്ധപ്പെട്ട പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളാണ്. ഇനി അതിന്റെ ഇൻക്ലൂഡിങ് അതിന്റെ സ്പെയർ പാർട്സ് സർവീസ് ഒക്കെ ഏതിന്റെ? ഷിപ്പിന്റെയും എയർക്രാഫ്റ്റിന്റെ ഒക്കെ. ഇതിനൊക്കെ എന്താണ്? ടാക്സ് റേറ്റ് 0% ആണ് വരിക. എന്നാൽ അതേ സ്ഥാനത്ത് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ സാധനങ്ങൾ, ഇതൊന്നും ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ അല്ല, അല്ലെ? നമുക്ക് ഇതൊരു ജെറ്റ് സ്കൈ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കപ്പലിലൂടെ പോയിട്ട്, അല്ലെങ്കിൽ കടലിലൂടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു രാജ്യത്തേക്ക് എത്താനൊന്നും പറ്റൂല, അല്ലെ? ഇപ്പൊ സൗദി അറേബ്യയിൽ നമുക്ക് ഇന്ത്യയിലേക്ക് പോരണം, നമുക്ക് ഏത് മുഖാന്തരം വരാൻ പറ്റുള്ളൂ? ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ റോഡല്ല ഞാൻ പറയുന്നത്, നമുക്കൊന്നെങ്കിൽ എന്ത് ചെയ്യാം, ഷിപ്പിൽ പോരാം, അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, എയറിൽ പോരാം, അല്ലെ? എയർലൈനിൽ പോരാം, ഫ്ലൈറ്റിൽ പോരാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലത്തെ ജെറ്റ് സ്കൈ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓടിച്ച് അവിടുന്ന് ഇവിടെ വരെ എത്താൻ പറ്റുമോ? ഓക്കെ, പറ്റില്ല, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനിൽ പെടുത്തിയിട്ടില്ല. ബാക്കി, അതായത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിന്റെയും എയർലൈന്റെയും, ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും ട്രാൻസ്പോർട്ടേഷനിൽ 0% ആണ് വരിക. ബാക്കിയുള്ള പാസഞ്ചർ കാറ്, ബസ്, ട്രക്ക്, ഇതിനൊന്നും എന്തില്ല, 0 റേറ്റിംഗ് കിട്ടൂല. ഓക്കെ, ബാക്കിയുള്ളതിന് 0 റേറ്റിംഗ് കിട്ടൂല. ഇനി ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമാണ് 0% എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ആവുള്ളൂ. ഫസ്റ്റ് നമ്മൾ പറയാതെ പോയ ഒരാളുണ്ട്, 0 റേറ്റിൽ തന്നെ ഫസ്റ്റ് പറയാനുള്ളത്. 0 റേറ്റിന്റെ ആദ്യത്തെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ആയിരുന്നു.
ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു വെച്ചത് എന്താ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് എന്താ, ഈ പോക്ക്, അതായത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ, അതെന്താണ്, അത് 0 റേറ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ടിക്കറ്റ് എടുത്തു. ഓക്കെ, ഇന്ത്യയിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റുമേ ഫ്ലൈറ്റ് ചാർജുമേ നിങ്ങൾക്ക് എന്ത് വരൂല, വാറ്റ് വരൂല. വാറ്റ് ഉണ്ടാവോ? ഇല്ല. ഫ്ലൈറ്റ് ചാർജുമേ വാറ്റ് ഉണ്ടാവില്ല. ഫ്ലൈറ്റ് ചാർജുമേ വാറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയം തോന്നാം, ചിലപ്പോൾ ചില ആൾക്കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത സമയത്ത്, അല്ലെങ്കിൽ ടിക്കറ്റ് ചിലപ്പോൾ ട്രാവൽസ് മുഖാന്തരം എടുത്ത സമയത്ത് അതിൽ ചിലപ്പോൾ നിങ്ങൾ വാറ്റ് എമൗണ്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി. അതെന്താ, ഇപ്പോൾ ഒരു ട്രാവൽസ് മുഖാന്തരമാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ടിക്കറ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ടിക്കറ്റ് എമൗണ്ട്, ഒരു ഉദാഹരണത്തിന് ഒരു 500 ദിർഹംസ് ആണെന്ന് വിചാരിച്ചോ. ഒരു 500 ദിർഹംസ് ആ ടിക്കറ്റ് ചാർജ് കാണിച്ചിട്ടുണ്ടാവും. അതിന് താഴെ ചെറിയ ഇതിൽ എഴുതിയിട്ടുണ്ടാവും എന്ത്, സർവീസ് ഫീ എന്ന് കാണിച്ചിട്ടുണ്ടാവും. സർവീസ് ഫീ ഒരു 150 ദിർഹംസ് അല്ലെങ്കിൽ 100 ദിർഹംസ് അല്ലെങ്കിൽ 50 ദിർഹംസ് സർവീസ് ഫീ ഉണ്ടാവും. അതിൻ്റെയും താഴെ എന്തുണ്ടാവും, വാറ്റ് എമൗണ്ട് ഉണ്ടാവും. അപ്പൊ ഈ വാറ്റ് എമൗണ്ട് ആക്ച്വലി ഈ ടിക്കറ്റ് ചാർജുമേലല്ല, പകരം എന്തുമേലാണ്, ഈ സർവീസ് ഫീമിലാണ് എന്ത് വരുന്നത്, വാറ്റ് എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സിന്റെ ആയിക്കോട്ടെ പാസഞ്ചേഴ്സിന്റെ ആയിക്കോട്ടെ, അതായത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആയിക്കോട്ടെ ആൾക്കാർ പോകുന്ന ആയിക്കോട്ടെ, അതിന്റെ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ്ലി 0% ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റുമേലൊക്കെ എന്ത് വന്നേനെ, വാറ്റ് എമൗണ്ട് വന്നേനെ. നമ്മളെ ഫ്ലൈറ്റ് ടിക്കറ്റും എന്തുണ്ടാവില്ല, വാറ്റ് എമൗണ്ട് ഉണ്ടാവില്ല, വാറ്റ് 0% ആയിരിക്കും. ഇനി അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും, ഞാൻ പറഞ്ഞില്ല, എപ്പോഴെങ്കിലും നിങ്ങൾ വാറ്റ് എമൗണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വാറ്റ് എമൗണ്ട് എന്തായിരിക്കും, നിങ്ങളുടെ ട്രാവൽ ഏജന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാവൽ ഏജന്റ് അയാളുടെ സർവീസ് ഫീ കളക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സർവീസ് ഫീമ വരുന്ന വാറ്റ് എമൗണ്ട് ആയിരിക്കും. അല്ലാതെ ഒരിക്കലും എന്തായിരിക്കില്ല, ഫ്ലൈറ്റ് ടിക്കറ്റുമേലോ അല്ലെങ്കിൽ ഷിപ്പിന്റെ ടിക്കറ്റുമേലോ ഒന്നും ആയിരിക്കില്ല എന്ത്, വാറ്റ് എമൗണ്ട് ഉണ്ടാവുക. സോ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ്ലി 0% ആണ് ടാക്സ് റേറ്റ്. ഓക്കെ, ആ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് പുറത്തു പോകണം. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഡൊമസ്റ്റിക്കിനെ കുറിച്ചല്ല, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ്ലി എന്താണ്, 0% ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളും, ഏതൊക്കെ സർവീസുകൾ, ഒരു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സർവീസ് ഉണ്ടാവും, ആ ഫ്ലൈറ്റിലേക്കുള്ള ലോഡിംഗ് ഉണ്ടാവും, അൺലോഡിംഗ് ഉണ്ടാവും, കാർഗോ ഹാൻഡ്ലിംഗ് ഉണ്ടാവും, സ്റ്റോറേജ് ഉണ്ടാവും. ഇതൊക്കെ ടാക്സ് റേറ്റ് 0% ആണ്. ഇതിന്റെയൊക്കെ ടാക്സ് റേറ്റ് സൗദിയിൽ 0% ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം. ഓക്കെ, മസ്റ്റ് ബി കണക്റ്റഡ് ടു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ. ഇത് ആർക്ക് കിട്ടും, ഗുഡ്സിനും കിട്ടും പാസഞ്ചേഴ്സിനും കിട്ടും. അതായത് ആൾക്കാർ പോവുകയാണെങ്കിലും 0% ആണ്, സാധനങ്ങൾ കയറ്റി അയക്കുകയാണെങ്കിലും 0% ആണ് ടാക്സ് റേറ്റ്. ഓക്കെ, അത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇതിന് എന്ത് വരില്ല, ട്രാൻസാക്ഷൻ 0% വരില്ല. 0% ആണ് വരിക. ഇനി ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഈ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും എന്തില്ല, 0% ഇല്ല. അതൊക്കെ എന്താണ്, നോർമലി ഉള്ള പോലെ തന്നെ 15% തന്നെയാണ് ചാർജ് ചെയ്യുക. ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടാക്സ് റേറ്റ് 0% അല്ല വരിക, നോട്ട് എ 0%, അതൊക്കെ 15% തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ 4-5 എക്സാമ്പിൾസ് ആണുള്ളത്. ആദ്യത്തെ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ 0%, രണ്ടാമത്തത് മെഡിസിൻ റിലേറ്റഡ് 0%, മൂന്നാമത്തത് ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രഷ്യസ് മെറ്റൽസിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, അത് 0% ആണ്. നാലാമത്തത് സപ്ലൈസ് ടു ഡിപ്ലോമാറ്റിക് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങൾക്കുള്ള സപ്ലൈ, അതും എന്താണ്, 0% ആണ്. അഞ്ചാമത്തത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ കൊമേഴ്ഷ്യൽ യൂസ്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ടാക്സ് റേറ്റ് 0% ആണ്. ഏതായത് എയർക്രാഫ്റ്റിനും ഷിപ്പിനൊക്കെ എന്താണ്, 0% ആണ് ടാക്സ് റേറ്റ്. അപ്പൊ ഇത്രയും സാധനങ്ങൾക്ക്, ഈ 5 സാധനങ്ങൾക്കുമാണ് സൗദി അറേബ്യയിൽ എന്ത്, 0% ബേസിക് ആയിട്ട് 0% 5 ഉള്ളത്. ഓക്കെ, ഇനി ഒരാളും കൂടി 0 റേറ്റഡ് ആണ്. അത് എല്ലാ ബിസിനസ്സും, ഇപ്പൊ ഈ പറഞ്ഞ 5 സാധനങ്ങളുണ്ടല്ലോ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ 5 ലിസ്റ്റിലുള്ള 5 ആൾക്കാർ, ഇതിപ്പോ എല്ലാ ബിസിനസ്സിലും ഉണ്ടായിക്കോണമെന്നില്ല അല്ലെ. ഈ 5 സാധനങ്ങളും വളരെ റയർലി പലപ്പോഴും ഉണ്ടാവുള്ളൂ. ആദ്യം പറഞ്ഞതാണെങ്കിലും രണ്ടാമത് പറഞ്ഞത് പിന്നെയും കൂടുതലായിരിക്കും. ഏത്, മെഡിസിൻ ഇപ്പോൾ ഉള്ള ബിസിനസ്സുകൾ കൂടുതലായിരിക്കും. പക്ഷേ ഈ ഡിപ്ലോമാറ്റിന് സെയിൽ ചെയ്യുന്നതൊക്കെ ഇപ്പൊ എല്ലാ ബിസിനസ്സിലും ഉണ്ടാവണം എന്നില്ല. ചില ബിസിനസ്സുകൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡിപ്ലോമാറ്റിന് സെയിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതല്ലാത്ത ഈ 5 അല്ലാത്ത ഒരാളും കൂടിയും 0 റേറ്റിലുണ്ട്.
അത് എക്സ്പോർട്ടാണ്. ഓക്കെ, എക്സ്പോർട്ട് പിന്നെ എല്ലാ ബിസിനസ്സുകൾക്കും ഉണ്ടാവും. ഐ മീൻ എല്ലാ ബിസിനസ്സും ഉണ്ടാവും എന്നല്ല, എക്സ്പോർട്ട് ആയിരിക്കും കൂടുതൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞ 5 ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കോണമെന്നില്ല, അത് ചിലപ്പോൾ വളരെ കുറച്ച് ബിസിനസ്സുകൾക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ എക്സ്പോർട്ട് അങ്ങനെയല്ല, എക്സ്പോർട്ട് വളരെ വ്യാപകമായിട്ട് ഉള്ളതാണ് സൗദി അറേബ്യയിൽ. എക്സ്പോർട്ടിന്റെ ടാക്സ് റേറ്റ് 0 റേറ്റഡ് ആണ്. ഓക്കെ, സോ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മയിൽ നിൽക്കേണ്ട ഒരാൾ. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് റേറ്റ് 0% ആണ്. ഓക്കെ, സോ സൗദി അറേബ്യയിൽ നിന്ന് നിങ്ങൾ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് റേറ്റ് 0% ആണ് വരിക. എക്സ്പോർട്ട് ചെയ്യാന്ന് കഴിഞ്ഞാൽ കയറ്റി അയക്കുക, അതായത് സൗദി അറേബ്യയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് ഒരു സാധനം കയറ്റി അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് റേറ്റ് 0% ആണ്. ഓക്കെ, അതിന്റെ ടാക്സ് റേറ്റ് 0% ആണ്. ഒരിക്കലും മറക്കരുത്. ബാക്കി 5 മറക്കണം എന്നല്ല, ബാക്കി 5 കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് റേറ്റ് 0% ആണെന്നുള്ളത് ഓർമ്മയിൽ നിർത്തുകയാണ്. 5 ഓർമ്മയിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ 0% ഏതാന്നുള്ളത് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കമ്പനിക്ക് ഇപ്പോൾ ഒരു കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻസ് ഇപ്പൊ നമുക്ക് 6 ട്രാൻസാക്ഷൻസ് മാത്രം നോക്കിയാൽ മതി. ഈ 6 മാത്രമേ എന്ത് 0 റേറ്റഡ് ഉള്ളൂ. സൗദി അറേബ്യയിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 6 ട്രാൻസാക്ഷൻ മാത്രമേ എന്തുള്ളൂ 0% ടാക്സ് റേറ്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് 0% ഏതൊക്കെ വരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 6 ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 0% ആയിരിക്കും ടാക്സ് റേറ്റ്. അതിൽ കൂടുതലും ബിസിനസ്സുകാർക്ക് ഏതുണ്ടാവുക, ഈ പറഞ്ഞ എക്സ്പോർട്ട് ഉണ്ടാവുക. 1, 2 ഉണ്ടാവും. 1 ഇപ്പോൾ നമുക്ക് പേഴ്സണലി വരിക, അതായത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റോ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ പിന്നെ ഒരു ബിസിനസ് തന്നെയാണ് എന്ത്, മെഡിസിൻ ഒരുവിധം എല്ലാവർക്കും ഉള്ള മെഡിസിൻ ബിസിനസ് ചെയ്യുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും എന്ത്, അവരുടെ ടാക്സ് റേറ്റ് 0% ആണെന്ന് അവർക്കറിയാം. 3, 4 വളരെ റയറാണ്. നമ്മൾ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിന് വിൽക്കുന്ന സെയില്, അതുപോലെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് ഷിപ്പിന്റെ വിൽക്കലും കപ്പൽ വിൽക്കുന്നതൊക്കെ കമ്പനികൾ വളരെ റയറാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അത്ര തന്നെ കാണാൻ പറ്റുമൊന്നുമില്ല 0 റേറ്റഡ്. പക്ഷെ എക്സ്പോർട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് കുറേ കാണാൻ പറ്റും. അതുകൊണ്ട് എക്സ്പോർട്ടിന്റെ ടാക്സ് റേറ്റ് 0% ആണെന്നുള്ളത് നല്ലപോലെ ഓർമ്മയിൽ വേണം. ഓക്കെ, സോ ഇതാണ് 0%. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രാ GCCയിലേക്ക് പോകുന്നതിന് മുന്നേ 0% നമുക്ക്. അപ്പൊ സോ നമ്മൾ എന്ത് ചെയ്തു, 0% കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, സോ ഞാൻ പറഞ്ഞു ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈപ്പ് ഓഫ് സപ്ലൈയിൽ നമ്മൾ ടാക്സബിൾ സപ്ലൈ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടാക്സബിൾ സപ്ലൈ ഏതൊക്കെ വരും എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഒരാളും കൂടി പഠിച്ചു ചെയ്ത് 0 റേറ്റഡ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സൗദി അറേബ്യയിൽ ട്രാൻസാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ 15% ടാക്സ് വരും, ഏതൊക്കെ 0% ടാക്സ് വരും എന്നുള്ളത് തരംതിരിക്കാനുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പൊ ഇനി അത് കണ്ടാൽ പറയാൻ പറ്റണം. ഓക്കെ, നമുക്ക് നാളെ ഇത് എല്ലാ ടൈപ്പ് ഓഫ് സപ്ലൈയും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറെ ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഏതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, ഏതൊക്കെ നിങ്ങൾക്ക് അറിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ടെസ്റ്റ് പോലെ ഞാൻ ചോദിക്കാം, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. നമുക്ക് ബാക്കിയുള്ളതും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് നടത്തി നോക്കാം. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ടൈപ്പ് ഓഫ് സപ്ലൈ ഡീംഡ് സപ്ലൈ ആണ്. ഓക്കെ, സോ നമ്മൾ ടാക്സബിൾ കഴിഞ്ഞു, 0 റേറ്റഡ് കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ട് 2 ആൾക്കാരും കൂടിയാണ് നമുക്കുള്ളത്. ഒന്ന് എക്സംപ്റ്റഡും ഒന്ന് ഡീംഡും. പിന്നെ ഇതിലൊന്നും പെടാത്ത നൺ ഓഫ് ദ എബവ്. നൺ ഓഫ് ദ എബവ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ സ്കോപ്പ്. ഔട്ട് ഓഫ് ദ സ്കോപ്പ് നമ്മൾ പറഞ്ഞു, 0 റേറ്റഡ് നമ്മൾ പറഞ്ഞു, ടാക്സബിൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇനി എക്സംപ്റ്റഡും ഡീംഡും ആണ് നമുക്ക് പറയാനുള്ളത്. അതിൽ നമ്മൾ ഡീംഡ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ഡീംഡ് സപ്ലൈ. അപ്പൊ ഡീംഡ് സപ്ലൈ പൊതുവെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അതായത് ഈ ടാക്സബിൾ സപ്ലൈന്റെയും 0 റേറ്റിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറെ ആൾക്കാർക്കൊക്കെ അറിയാം 0 റേറ്റഡ് ആണ് എന്നുള്ളതൊക്കെ. കുറെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ചു കാലം വർക്ക് ചെയ്തവർക്കൊക്കെ ഏകദേശം അറിയാൻ പറ്റും ഏതൊക്കെ സാധനത്തിനാണ് 0, ഏതൊക്കെ സാധനത്തിനാണ് എക്സംഷൻ കിട്ടുക, ഇതിനൊക്കെയാണ് ടാക്സ് 15% വരിക എന്നുള്ളതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ 0 ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒരു 90% ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല. എന്താ ഈ ഡീംഡ് സപ്ലൈ എന്നുള്ള സാധനം? അതായത് സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സപ്ലൈ ഉണ്ടോ, ഇങ്ങനെ ഒരു വാറ്റിന്റെ കേസ് ഉണ്ടോ എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പൊ എന്താ ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് നോക്കാം. നമ്മൾ പൊതുവെ ടാക്സ് വരിക എന്ത് ടൈപ്പ് ഓഫ് സപ്ലൈക്കാ, സെയിൽ നടക്കണം അല്ലെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സപ്ലൈ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. അപ്പൊ ഒരു സാധനം സെയിൽ നടന്നാലേ അവിടെ എന്തുള്ളൂ, വാറ്റ് വരുള്ളൂ അല്ലെ.
അപ്ലൈ എന്ത് തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ? ഇതിന് 15% ടാക്സ് വരുമോ അല്ലെങ്കിൽ 0% ടാക്സ് വരുമോ എന്നൊക്കെ നമ്മൾ സെയിൽ നടക്കണം അല്ലെ? സാധനം സെയിൽ ചെയ്താൽ മാത്രമേ അവിടെ എന്തുള്ളൂ, വാറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ചില ട്രാൻസാക്ഷന് സെയിൽ ഇല്ലെങ്കിൽ കൂടി നോൺ സെയിൽ ട്രാൻസാക്ഷൻ അതിനെന്ത് ചെയ്യുന്നുണ്ട്, സൗദി അറേബ്യയിൽ ടാക്സബിൾ സപ്ലൈ ആയിട്ട് പരിഗണിച്ചിട്ട് അതിന്റെ പേരിൽ നമ്മൾ വാറ്റ് കൊടുക്കണം. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം എന്താ, നമ്മുടെ കമ്പനീന്റെ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ എന്തേ നോക്കുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ P&L നമ്മൾ നോക്കുള്ളൂ. P&L പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഇൻകം എക്സ്പെൻസ് ഒക്കെ വരുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതിൽ ഇൻകം സൈഡേ നമ്മൾ നോക്കുള്ളൂ. ഈ സാധനങ്ങളൊക്കെ വിറ്റ സാധനത്തിന്റെ പേരിൽ ഇത്ര ശതമാനം വാറ്റ്, 15% വാറ്റ് കൊടുക്കണം എന്നേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആലോചിക്കുള്ളൂ. എന്നാൽ ഇതല്ലാത്ത കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്, വിൽക്കലൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ആ സാധനം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, വിറ്റിട്ടുണ്ടാവില്ല, പക്ഷെ സ്റ്റിൽ സൗദിയിൽ എന്ത് വരും, വാറ്റ് വരും എന്നുള്ള രീതിയിലുള്ള ട്രാൻസാക്ഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡീംഡ് സപ്ലൈ. അപ്പൊ ആ പേര് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനെ പറയുന്ന പേരാണെന്ത്, ഡീംഡ് സപ്ലൈ. ഡീംഡ് പറഞ്ഞാൽ എന്താ, സപ്ലൈ പോലെ കാണുക, ഡീം ചെയ്യുക അറിയില്ല, ഡീം ചെയ്യുക, അതുപോലെ കാണാം. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നോൺ സെയിൽ ട്രാൻസാക്ഷൻസ്. അപ്പൊ ഏതൊക്കെയാണ് ഈ ഡീംഡ് സപ്ലൈന്റെ അണ്ടറിൽ വരിക അല്ലെങ്കിൽ നോൺ സെയിൽ ട്രാൻസാക്ഷൻസ് നോക്കാം. ഇനി അതിന് മുന്നേ എന്തുകൊണ്ടാണ് ഈ ഡീംഡ് സപ്ലൈ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് സൗദി വാറ്റിൽ വന്നത് എന്നുള്ളതിന്റെ ലോജിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ അതിന്റെ ലോജിക്ക് നോക്കാം. 1 സെക്കൻഡ്. ഇപ്പോ നമ്മളൊരു സാധനം വാങ്ങും, ഒരു പ്രൊഡക്റ്റ്, നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ചപ്പൽ കമ്പനി, ചെരുപ്പ് കമ്പനി, ഓക്കെ, ചെരുപ്പിന്റെ കമ്പനിയാണ്. നമ്മൾ ചെരുപ്പ് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ചെരുപ്പ് പർച്ചേസ് ചെയ്തു. നമ്മൾ ചെരുപ്പ് എന്ത് ചെയ്യും, വിൽക്കും, സെയിൽ നടത്തും. ഇതാണ് നമ്മുടെ നോർമൽ പ്രൊസീജിയർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതാണ് നമ്മൾ നോർമലി കമ്പനി ചെയ്യാം. അപ്പൊ ചെരുപ്പ് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു ധാരണ ഉണ്ട്, എന്ത്, ചെരുപ്പ് വിൽക്കാനുള്ളതാണ്, വിൽക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് അല്ലെ? ഈ ധാരണ തന്നെയാണ് ആർക്കുള്ളത്, ജക്കക്കുള്ളത്. അതായത് വാറ്റിന്റെ അതോറിറ്റിക്കുള്ളത്. എന്താണ്, ഇയാൾ ചെരുപ്പ് വാങ്ങിയിട്ട് ചെരുപ്പ് വിൽക്കുകയാണ്. ഇപ്പൊ വാങ്ങുന്ന സമയത്ത് നമ്മൾ അടക്കുന്ന ടാക്സിന് ജക്ക പറയുന്ന പേര് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേര് എന്താ, ഇൻപുട്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് വാറ്റ് അല്ലെ? വിൽക്കുന്ന സമയത്തുള്ള ടാക്സിന് പറയുന്ന പേര് ഔട്ട്പുട്ട് ടാക്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാറ്റ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, വാങ്ങിയ സമയത്തുള്ള ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാറ്റ് റിട്ടേണിൽ കാണിച്ചിട്ട് നമുക്ക് അത് ഇൻപുട്ട് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ആയിട്ട് എടുക്കാം. ഇല്ല ഔട്ട്പുട്ട് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിനേറ്റും സെറ്റ് ഓഫ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്ത കാര്യം, വാറ്റിന്റെ മെക്കാനിസം. ഓക്കെ, അപ്പൊ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്തെടുക്കാം, നമ്മൾ എല്ലാ തവണയും പറയുന്ന പോലെ. അപ്പോൾ സക്ക നമുക്ക് ഇൻപുട്ട് ഈ ക്ലെയിം ചെയ്യാൻ തരുന്നത് എന്തിനാ, സക്ക നിങ്ങൾക്ക് എന്തിനാണ്, സക്കക്ക് ഓൾറെഡി അടച്ച ടാക്സ് നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ തരുന്നത് എന്തിനാ, നിങ്ങൾ ഈ സാധനം ഇനി വിൽക്കുമ്പോ, ഓക്കെ, നിങ്ങൾ ഈ സാധനം വിൽക്കുമ്പോൾ എന്ത് ചെയ്യും, സക്കക്ക് വീണ്ടും ടാക്സ് വരും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് തരുന്നത്, നിങ്ങൾ പർച്ചേസ് ചെയ്ത സമയത്തുള്ള ടാക്സ് സക്ക തരുന്നത്. എങ്ങനെയാ, നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ച സാധനത്തിനുള്ള നിങ്ങളുടെ ടാക്സ്, അടച്ച ടാക്സ്, ഇൻപുട്ട് ടാക്സ് സക്ക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ അനുവദിക്കുന്നത്? നിങ്ങൾ ഇനി ഈ ചെരുപ്പ് ഭാവിയിൽ എന്ത് ചെയ്യും, പുറത്തൊരാൾക്ക് വിൽക്കുമ്പോൾ എന്ത് വരും, അവിടെ ടാക്സ് വരും, ഔട്ട്പുട്ട് ടാക്സ് വരും. അത് സക്കയിലേക്ക് വരാൻ പോവാണ്. അപ്പൊ അത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ആ സക്കക്ക് ആ ടാക്സ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി അടച്ച ഇൻപുട്ട് ടാക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്ത് കൊണ്ടുപോകാം. ഇതാണ് ലോജിക്ക്, ഇതാണ് വാറ്റിന്റെ ലോജിക്ക്. പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യും, ചില ബിരുദന്മാരെന്ത് ചെയ്യും, ഇൻപുട്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യും, ഔട്ട്പുട്ട് കാണിക്കൂല. അങ്ങനെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, സക്കനെ പറ്റിക്കാൻ നടക്കും. അതെങ്ങനെ പറ്റിക്കാം, അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പിന്റെ കമ്പനിയാണ്, ചെരുപ്പിന്റെ കമ്പനിയാണ് ഞാൻ എന്ത് ചെയ്തു, കുറേ ചെരുപ്പ് പർച്ചേസ് ചെയ്തു, കുറേ ചെരുപ്പ് കമ്പനിക്ക് പർച്ചേസ് ചെയ്ത ചെരുപ്പുമ്പോഴൊക്കെ നമ്മൾ ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് വാറ്റ്. ഇപ്പൊ കുറേ ഇൻപുട്ട് വാറ്റ് ഉണ്ട് അല്ലെ, ഇൻപുട്ട് ടാക്സ് കുറേ ഉണ്ട്. ഇനി ഞാൻ ഈ ചെരുപ്പൊക്കെ എന്ത് ചെയ്യാണ്, വിൽക്കുമ്പോൾ എന്ത് വരും, ടാക്സ് വരും അല്ലെ? അപ്പൊ ഞാൻ ഈ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കൊടുക്കണം. ചെരുപ്പ് വിൽക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് കൊടുക്കണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, സെയിൽ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വാറ്റില് സെയിൽ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ടാക്സ് കൊടുക്കണം. ഇതാണല്ലോ ഒരു നിയമം. അപ്പൊ എനിക്കത് തീരെ താല്പര്യമില്ല. ഞാൻ പറയാണ് എന്ത് ചെയ്യാ, ഈ ഔട്ട്പുട്ടിന് എനിക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് കൊടുക്കാൻ വയ്യ, എങ്ങനെയും ഒഴിവാക്കണം, എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോ കമ്പനിയിലുള്ള ഒരു അതിബുദ്ധിമാൻ പറഞ്ഞു, എന്ത്, അതിനൊരു ഐഡിയ ഉണ്ട്, എന്ത്, ഈ ചെരുപ്പൊന്നും നമ്മൾ വിൽക്കണ്ട,
വിൽക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ആൾക്കാർക്ക് വിറ്റ് പോകണ്ടേ, നല്ലല്ലേ പൈസ വരുള്ളൂ. ഇപ്പോൾ ടാക്സ് അടക്കാൻ പറ്റൂല എന്നുള്ളത് ലോജിക്ക്, ഐ മീൻ എൻ്റെ ആവശ്യം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം, ചെരുപ്പ് വിറ്റ് പൈസ ഇട്ടണല്ലോ, ആയിക്കോട്ടെ ചെരുപ്പ് വിൽക്കണ്ട, പകരം എന്ത് ചെയ്യാം, ചെരുപ്പ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്താളേ. ചെരുപ്പ് എന്ത് ചെയ്യുക, ഗിഫ്റ്റ് കൊടുക്കുക. ഓരോ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു, എല്ലാവർക്കും ഓരോ ചെരുപ്പ് വീതം എന്ത് ചെയ്തു, ഗിഫ്റ്റ് കൊടുത്തു. ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തു. ഫ്രണ്ട്സിന് മാത്രമല്ല, കസ്റ്റമേഴ്സ് വരുന്ന ആൾക്കാർക്കും ഞാൻ എന്ത് ചെയ്തു, ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സിനൊക്കെ ചെരുപ്പ് ഗിഫ്റ്റ്. അപ്പൊ എന്താ സംഭവിച്ചത്, ചെരുപ്പിന്റെ സ്റ്റോക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ വാങ്ങി വെച്ച ചെരുപ്പ് ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ചെരുപ്പ് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തു പോവാണ്. എന്നാൽ ഇത് ഫ്രീ അല്ല. നമ്മൾ സക്കന്റെ കണ്ണിൽ എന്താണ്, ഫ്രീ മാത്രം. സക്ക കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ സൗദിയിൽ വാറ്റിന്റെ അതോറിറ്റി കാണുന്ന സമയത്ത് ഇത് ഫ്രീ കൊടുക്കുകയാണ്, നമ്മൾ ഗിഫ്റ്റ് ഫ്രീ കൊടുക്കുകയാണ്. ഫ്രീ കൊടുക്കുമ്പോൾ എന്തുണ്ടാവില്ല, തിരിച്ചിങ്ങോട്ട് ഒന്നും കിട്ടൂല അല്ലെ. തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയാൽ, അല്ലെങ്കിൽ ആ കിട്ടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ, വാറ്റിൽ പറയുന്ന പേരെന്താ, കൺസിഡറേഷൻ. ഓർമ്മയില്ലേ, നമ്മൾ അതിന് പറയുന്ന പേരാണ് കൺസിഡറേഷൻ. അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ. തിരിച്ച് പൈസ കിട്ടണമല്ലോ. പൈസ കിട്ടിയാലല്ലേ എന്താവുള്ളൂ, സപ്ലൈ ആവുള്ളൂ. കാരണം സപ്ലൈ ആണെങ്കിൽ എന്തുള്ളൂ, കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ എന്തുള്ളൂ, സപ്ലൈ ആവുള്ളൂ. സപ്ലൈ ആണെങ്കിൽ എന്തുള്ളൂ, വാറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ കൺസിഡറേഷനേ ഇല്ല, അതായത് തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, കൺസിഡറേഷനേ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, സപ്ലൈ ഇല്ല. സപ്ലൈ ഇല്ലെങ്കിൽ എന്തില്ല, വാറ്റും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പരിപാടി കാണിക്കാൻ തുടങ്ങി. എന്ത്, സാധനമൊക്കെ വാങ്ങി വെക്കും, ചെരുപ്പ് ഇങ്ങനെ വാങ്ങി വെക്കും. അതിന്റെ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യും, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ അടച്ച ടാക്സ് ഒക്കെ ക്ലെയിം ചെയ്യും. അപ്പൊ എന്താ, ഈ ചെരുപ്പ് വാങ്ങിയ സമയത്ത് അടച്ച ടാക്സും എനിക്ക് കിട്ടി. ഇനി വിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക, ഗിഫ്റ്റ് പോലെ ഞാൻ കാണിക്കുകയാണ്. പകരം ഞാൻ ശരിക്കും ഗിഫ്റ്റ് അല്ല കൊടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണേ, ഈ ആൾക്കാരോടൊക്കെ പറയണത്, നിങ്ങൾ പൈസ ബാങ്കിൽ ഇടണ്ട, ക്യാഷ് ആയിട്ട് എൻ്റെ കയ്യിൽ തന്നാൽ മതി. അപ്പൊ എന്തായി, പൈസ കിട്ടിയത് കാണൂല, ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യാണ്, പൈസ കയ്യിൽ ഇങ്ങനെ വെക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, സാധനം ഇങ്ങനെ സ്റ്റോക്ക് പുറത്തേക്ക് കാണിക്കുകയും ചെയ്യുക, അതായത് ഗിഫ്റ്റ് കാണിക്കാം. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ എന്താ, ആള് സാധനം വാങ്ങിയിട്ടുണ്ട്, ആ സാധനത്തിന് ഇൻപുട്ട് അയാൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്, പക്ഷെ സെയിൽസ് ഇല്ല, കമ്പനിക്ക് സെയിൽസ് ഇല്ല. പകരം എന്താ, കുറെ സാധനം വെറുതെ കുറെ ഗിഫ്റ്റ് ആയിട്ടും ഡൊണേഷൻ ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സിൽ കാണുന്നുണ്ട്. അതിന്റെ ഒന്നും പേയ്മെന്റ് കിട്ടൂല, കാരണം എന്താ, ഗിഫ്റ്റ് അല്ലേ, ഡൊണേഷൻ അല്ലേ, പൈസ ഇട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ ഈ പൈസ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് കൂടി പോക്കറ്റ് കൂടി വാങ്ങുന്നുണ്ട്, ബാങ്ക് കൂടി അല്ലാതെ ഇയാൾ വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ സക്കനെ പറ്റിക്കാൻ പല ആൾക്കാരും പല പരിപാടികൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു തുടങ്ങി. അതായത് ഇൻപുട്ടിന്റെ അബ്യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് നടത്താൻ തുടങ്ങി. ഈ ഇൻപുട്ട് ടാക്സ് കിട്ടുന്നതിനെ ക്ലെയിം ചെയ്തിട്ട് ഔട്ട്പുട്ട് ഒഴിവാക്കാനുള്ള ഒരു പരിപാടികൾ എന്ത് ചെയ്തു, ആൾക്കാർ തുടങ്ങി. അപ്പോഴാണ് ഡീംഡ് സപ്ലൈ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ത് ചെയ്തത്, സക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡീംഡ് സപ്ലൈ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നല്ല, ഡീംഡ് സപ്ലൈ അത്തരത്തിലുള്ള മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ആദ്യത്തെ കേസാണ് സെസേഷൻ ഓഫ് വാറ്റ് രജിസ്ട്രേഷൻ. ഡീംഡ് സപ്ലൈയിൽ ആദ്യത്തെ ഉദാഹരണമാണ് സെസേഷൻ ഓഫ് വാറ്റ് രജിസ്ട്രേഷൻ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വാറ്റ് രജിസ്റ്റേർഡ് ബിസിനസ് ആയിരുന്നു. ഓക്കെ, വാറ്റ് രജിസ്റ്റേർഡ് ബിസിനസ് ആയിരുന്നു. ഇതിന്റെ പോകുംവഴി എന്താന്നുള്ളത് നമുക്ക് പറയാട്ടോ. ഇത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി സക്കന്നി എന്താ കൊണ്ടുവന്നതെന്നുള്ള നമുക്ക് പറയാട്ടോ. ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കും, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് വാങ്ങാം, അപ്പൊ അവിടെ ടാക്സ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. അത് ഒഴിവാക്കാനുള്ള പരിപാടി എന്ത് ചെയ്തിട്ടുണ്ട്, സക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഡീംഡ് സപ്ലൈ. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇനി ആരും അങ്ങനത്തെ മണ്ടത്തരം ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അത് വലിയ ഐഡിയ ഒന്നുമല്ല, അതൊരു മണ്ടത്തരാണ്. ഓക്കെ, അപ്പൊ അതിലൊരു ഉദാഹരണമാണ്, ആദ്യത്തെ ഉദാഹരണമാണ് സെസേഷൻ ഓഫ് വാറ്റ് രജിസ്ട്രേഷൻ. ഡീംഡ് സപ്ലൈന്റെ ആദ്യത്തെ ഉദാഹരണം എന്താ, സബ്സിസ്റ്റേഷൻ ഓഫ് വാറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്, നമുക്ക് വാറ്റ് രജിസ്റ്റേർഡ് ചെയ്തൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേൺ ഓവർ ഒക്കെ കുറഞ്ഞു. 3.75 താഴെ എത്തി. 3.75 താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, വാറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമില്ല അല്ലെ. മാൻഡേറ്ററി രജിസ്ട്രേഷന്റെ ത്രഷോൾഡ് എത്രയാണ്, 3,75,000 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പൊ നമുക്ക് വാറ്റ് രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡി രജിസ്റ്റർ. ഓക്കെ, ഡി രജിസ്റ്റർ. വാറ്റ് എന്ത് ചെയ്തു, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പോയി, ഡി രജിസ്റ്റർ ചെയ്ത് പോയി. അപ്പോ വാറ്റ് രജിസ്റ്റർ ചെയ്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കുറെ സ്റ്റോക്ക് ഇറക്കിയിരുന്നു, കുറെ പ്രൊഡക്ട്സ് എന്ത് ചെയ്തിരുന്നു, ഇറക്കിയിരുന്നു, സ്റ്റോക്ക് ഇങ്ങനെ ഇറക്കിയിരുന്നു. ഈ സ്റ്റോക്കുമൊക്കെ എന്തുണ്ടാവും, ഇൻപുട്ട് ഉണ്ടാവും അല്ലെ. ഈ ഇൻപുട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ക്ലെയിം ചെയ്ത കുറെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ്. ഇനി സക്ക പ്രതീക്ഷിക്കുന്ന എന്താ, നാളെ ഇയാൾ ഈ സാധനമൊക്കെ വിൽക്കും. നാളെ മീൻസ് വരുന്ന കാലത്തിൽ ഇൻപുട്ട് എടുക്കത്തെ വെച്ച് ഈ സ്റ്റോക്ക് ഒക്കെ എന്ത് ചെയ്യും, ഇയാളത് വിറ്റ് പോകുമ്പോൾ സക്കക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് ടാക്സ് കിട്ടും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് സക്ക.
അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, വാറ്റിന്റെ രജിസ്ട്രേഷൻ അങ്ങ് ക്യാൻസൽ ചെയ്ത്. ഇനി ഡീരജിസ്റ്റർ സിറ്റുവേഷനിൽ വന്നു. ഡീരജിസ്റ്റർ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് എന്താ, നമ്മളെ കയ്യിൽ അപ്പോഴും ഇതേ സ്റ്റോക്ക് ഉണ്ട് അല്ലെ, ഈ സ്റ്റോക്ക് അപ്പോഴും ഉണ്ട്. നമ്മൾ ഇൻപുട്ട് എടുത്ത സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ വിൽക്കാൻ പോവാണ്. വിൽക്കുമ്പോൾ എന്തുണ്ടാവില്ല, ഔട്ട്പുട്ട് ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ രജിസ്ട്രേഷൻ ഇല്ലല്ലോ, ആക്ട് രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അപ്പൊ അവിടെ ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ഓൾറെഡി എൻജോയ് ചെയ്തു, എന്ത് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്ത് അതിന്റെ സുഖം നമ്മൾ എന്ത് ചെയ്തു, എൻജോയ് ചെയ്തു. ഇൻപുട്ട് ടാക്സ് എന്നുള്ള ലക്ഷറി നമ്മൾ ഓൾറെഡി എൻജോയ് ചെയ്തു. കാരണം എന്താ, ഇൻപുട്ട് ടാക്സ് നമ്മൾ വാറ്റ് രജിസ്റ്റേർഡ് ആയിരുന്ന സമയത്തായിരുന്നു കിട്ടിയിരുന്നത്, അത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇപ്പൊ നമുക്ക് എന്തില്ല, രജിസ്ട്രേഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണ്ട, ഔട്ട്പുട്ട് ടാക്സ് കൊടുക്കുകയും വേണ്ട. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പരിപാടിയാണ്. കാരണം എന്താ, വാറ്റ് രജിസ്റ്റർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, കുറെ സാധനം ഇറക്കി, അതിൻ്റെയൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാറ്റിന്റെ രജിസ്ട്രേഷൻ ഡീരജിസ്റ്റർ ചെയ്തു പോയി, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇനി ഈ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന സമയത്ത്, ഈ സ്റ്റോക്ക് ഒക്കെ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് വരില്ല. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ പരിപാടിയാണ് എന്ത്, സെസഷൻ ഓഫ് വാറ്റ് രജിസ്ട്രേഷൻ. അപ്പൊ ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ സക്കക്ക് എന്ത് കിട്ടൂല, വാറ്റ് കിട്ടൂല, അല്ലെങ്കിൽ നഷ്ടമാണ് സംഭവിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻപുട്ട് തരുകയും ചെയ്തു, ഔട്ട്പുട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ സക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഡീംഡ് സപ്ലൈ. ഇവിടെ ആദ്യത്തെ പോയിന്റ് ഡീംഡ് സപ്ലൈ ഇവിടെയാണ്. ഓക്കെ, ഡീംഡ് സപ്ലൈ ഇവിടെ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, സൗദി അറേബ്യയിൽ നിങ്ങൾ വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കമ്പനിയിലെ സ്റ്റോക്കുകളിൽ, നിങ്ങളുടെ സ്റ്റോക്കിൽ ഇൻപുട്ട് എടുത്ത സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇൻപുട്ട് എടുത്ത സ്റ്റോക്ക് ഉണ്ടോ നോക്കുക. ഇൻപുട്ട് എടുത്ത സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്റ്റോക്കിന്റെ പേരിലൊക്കെ ഔട്ട്പുട്ട് ടാക്സ് നിങ്ങൾ സ്വമേധയ സെൽഫ് ഇൻവോയ്സ് അടിച്ചിട്ട് ടാക്സ് അടച്ച് കളയണം. എങ്ങനെ, നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മളെ കമ്പനിയിലുള്ള സ്റ്റോക്ക് ഒക്കെ നോക്കുക. ഓക്കെ, സ്റ്റോക്ക് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ ഇൻപുട്ട് എടുത്ത സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് എടുത്ത സ്റ്റോക്കിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽ പോലെ കാണിക്കുക. സെയിൽ ആർക്ക് കാണിക്കുക, നമ്മൾ സെൽഫ് ഇൻവോയ്സ് ചെയ്യുക, സ്വന്തമായിട്ട് സെൽഫ് ഇൻവോയ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ടാക്സ് കാണിക്കുക. അതായത് സക്കക്ക് കിട്ടേണ്ട ആ പ്രൊഡക്റ്റ് ശരിക്കും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, വാറ്റ് രജിസ്ട്രേഷനുള്ള സമയത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടേണ്ട ടാക്സ് എമൗണ്ട് ഔട്ട്പുട്ട് ടാക്സ് പോലെ കാണിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഔട്ട്പുട്ട് ടാക്സ് നിങ്ങൾ കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീംഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും എന്തില്ല, ഒരു സെയിലില്ല, നോർമൽ സെയിൽ നടക്കുന്നില്ല, സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അത് നമ്മൾ രജിസ്ട്രേഷൻ ഒന്നും ഒഴിവാക്കുക ചെയ്യുന്നുള്ളൂ, ശരിക്കും സെയിൽ നടക്കുന്നില്ല. പക്ഷെ സ്റ്റിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലൈ പോലെ കണ്ടിട്ട് വാറ്റ് സൗദി ഗവൺമെന്റിന് കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡീംഡ് സപ്ലൈ എന്ന് പറയാം. ഒരു ഡൗട്ട് ഉണ്ട്, പറയും. അപ്പോ ഈ പർച്ചേസ് ചെയ്തതിനേക്കാളും കുറച്ച് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് അല്ലേ വരുള്ളൂ? അപ്പൊ അത് എങ്ങനെ പർച്ചേസ് ചെയ്തതിനേക്കാൾ കുറച്ച് സെയിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൂടുതലാണെന്നുണ്ടെങ്കിലോ? അല്ല, അപ്പൊ ഒരു 100 റിയാലിന് വാങ്ങിച്ച സാധനം 100 വിൽക്കാതെ, അല്ലെങ്കിൽ 115 വിൽക്കാതെ 80 90 വിറ്റെന്ന് വെച്ചു, അപ്പൊ ലോസ് വരില്ല അവിടെ? നമ്മൾ തന്നെ സെൽഫ് ഇൻവോയ്സ് ചെയ്യുമ്പോൾ 80 വിൽക്കാലോ. അങ്ങനെ വിൽക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കണം. ഇത് നമ്മൾ റിലേറ്റഡ് പാർട്ടി പറഞ്ഞ സമയത്ത് പറഞ്ഞില്ല, നമ്മൾ ഒരു മിനിമം ഒരു മാർക്കറ്റ് വാല്യൂല് വേണം കാണിക്കാൻ എന്നുള്ളത് കഴിഞ്ഞ ദിവസം. അതേപോലെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ സെൽഫ് ഇൻവോയ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് തോന്നിയ എമൗണ്ട് ഇടാൻ പറ്റൂല. അതായത് 100ന്റെ എമൗണ്ട് നമുക്ക് 80 70 ഇടാൻ പറ്റൂല. ആ പ്രൊഡക്റ്റിന് മിനിമം മാർക്കറ്റ് വാല്യൂ എത്ര വരുന്നു ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ തന്നെ നമ്മൾ കാണിക്കണം, ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം ഒഴിവാക്കാൻ. എന്നിട്ട് വേണം സാധനം എന്ത് ചെയ്യാൻ, പ്രൊഡക്റ്റ് നമ്മളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാൻ. അപ്പൊ അതാണ് ആദ്യത്തെ ഡീംഡ് സപ്ലൈസിന്റെ ഫസ്റ്റ് കേസ്. ഡീംഡ് സപ്ലൈയിൽ ആദ്യം വരുന്ന കേസ് അതാണ്. അപ്പൊ ഡീംഡ് സപ്ലൈയിൽ വാല്യുവേഷനും കൂടി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡീംഡ് സപ്ലൈ പ്രകാരം നമ്മൾ വിൽക്കുകയാണെന്ന് നമുക്ക് തോന്നിയ എമൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഇഷ്ടത്തിന് ഒരു എമൗണ്ട് അങ്ങ് കാണിച്ചാൻ പറ്റില്ല. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ശരിയാണ് അല്ലേ. നമുക്ക് 100 റിയാലിന് വാങ്ങിയൊരു സാധനം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 50 റിയാൽ കാണിച്ചിട്ട് 50 റിയാലിന്റെ പേരിൽ വാറ്റ് കാണിച്ചാൽ പോരെ എന്ന് പറയാൻ പറ്റില്ല. അതിന് മാർക്കറ്റിൽ കറന്റ് ഉള്ള മാർക്കറ്റ് വാല്യൂ എത്രയാണോ ഏകദേശം ആ മാർക്കറ്റ് വാല്യൂവിന്റെ അടുത്തുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കാണിച്ചിട്ട് ഒഴിവാക്കണം. ഓക്കെ, ഇനി ഡീരജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഡീരജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത്, ഡീരജിസ്ട്രേഷൻ എലിജിബിൾ ആയി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഡീരജിസ്ട്രേഷന് കൊടുക്കണം എന്നാണ്. അതായത് 375 താഴെ നമ്മൾ എത്തി, 375 താഴെ എത്തിക്കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീരജിസ്ട്രേഷന് അപ്ലൈ ചെയ്യണം.
ഞങ്ങൾക്ക് കമ്പനിയിലെ രജിസ്ട്രേഷൻ ഒഴിവാക്കാന്ന് പറഞ്ഞിട്ട് ഡീ രജിസ്ട്രേഷന് 30 ഡേയ്സിന്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യണം. ഈ 30 ഡേയ്സിന്റെ ഉള്ളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ. ഏതെങ്കിലും സ്റ്റോക്ക് ഇൻപുട്ട് എടുത്തിട്ടുണ്ടോ, ആ ഇൻപുട്ട് എടുത്ത സ്റ്റോക്ക് നമ്മളെ കമ്പനിയിൽ ലൈവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഈ 30 ഡേയ്സിനുള്ളിൽ വേണം ഈ പരിപാടി ഫുള്ള് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് പ്രീവിയസ്ലി ക്ലെയിം ചെയ്ത ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീംഡ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം എമൗണ്ട് കാണിക്കാൻ. ഓക്കെ, ആൻഡ് അത് ഞാൻ പറഞ്ഞില്ലേ, അത് കാണിക്കേണ്ടത് ഡാറ്റ എമൗണ്ട് ഡ്യൂ ചെയ്യേണ്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ എമൗണ്ട് കാണിക്കേണ്ടത് ഏതേ എമൗണ്ടുമ്പോൾ കാണിക്കാൻ പറ്റില്ല. ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ, ആ പ്രൊഡക്റ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതുമ്മ വേണം എന്ത് ചെയ്യാൻ 15% കൊടുക്കാൻ. അത് നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സെല്ല് അടിക്കാൻ പറ്റില്ല. ആ പ്രൊഡക്റ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂയിൽ വേണം കാണിക്കാൻ. ഓക്കെ, അപ്പൊ ഇൻപുട്ട് റീറ്റെയിൻ ചെയ്തിട്ടില്ല, ഇനിയിപ്പോ ഇൻപുട്ട് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രൊഡക്റ്റിലൊന്നും ഞാൻ ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടില്ല. ഇൻപുട്ട് ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സെയിലൊന്നും അടിക്കണ്ട. സെയിൽ അടിക്കുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ, ഈ പ്രൊഡക്റ്റിന് ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ്. ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി അസറ്റുമായി ബന്ധപ്പെട്ടാണ്. അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അസറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഡീംഡ് സപ്ലൈസിലാണ്. നമ്മൾ ആദ്യം ഇന്ന് പറഞ്ഞത് 0 റേറ്റഡ് സപ്ലൈസിലാണ്. 0 റേറ്റഡ് സപ്ലൈ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് വന്നത്, ഡീംഡ് സപ്ലൈയിലേക്ക് വന്നത്. ഓക്കെ, നമുക്ക് ഡീംഡ് സപ്ലൈ ബാക്കി നാളെ പറയാം. ഓക്കെ, ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, ഞാൻ ഈ സാറ് കവർ ചെയ്യാൻ പോകുന്ന മേഖലയാണെന്ന് അറിയില്ല. കാരണം ഞങ്ങള് വാറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റേഴ്സ് പറഞ്ഞിരുന്നു, അതായത് മോർ ദാൻ 1 ഇയർ നമ്മൾ കീപ്പ് ചെയ്യുന്ന പേബിളിന്റെ പേയ്മെന്റ് നമ്മൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യണ്ടല്ലേ. അപ്പൊ അത് ഡീംഡിലൊന്നും അങ്ങനെ പെടുന്നത് ഡീംഡിലല്ലാതെ, അത് ഡീംഡ് അല്ല. പക്ഷെ നമുക്ക് കവർ ചെയ്യാണ്ട് പേബിൾ നമ്മൾ പെൻഡിങ് ഒക്കെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പറയുന്നുണ്ട്. അത് വാറ്റ് പേ ചെയ്യുക മാത്രമല്ല, അത് ഇൻപുട്ടിലാണ് കുറച്ചും കൂടി പറയാം. ആ സമയത്ത് നമ്മൾ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അത് നമ്മൾ കവർ ചെയ്യണ്ടേ. ഓക്കെ, സോ ബാക്കി നമുക്ക് നാളെ ഡീംഡ് സപ്ലൈസ് ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണല്ലോ. ഓക്കെ, സോ നാളെ കാണാം.